ഒഴിഞ്ഞ പാത്രം പോലെയാണ് വിദ്യാർത്ഥികൾ എന്നതായിരുന്നു ഒരു കാലത്തെ കാഴ്ചപ്പാട്. അധ്യാപകർ വിദ്യാർത്ഥികൾക്ക് എന്നും അറിവ് പകർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത്. പക്ഷേ 2007 DPPയുടെ ഒക്കെ വരവോടുകൂടി അധ്യാപക കേന്ദ്രീകൃത ഒരു വിദ്യാഭ്യാസ രീതിയിൽ നിന്ന് നമ്മൾ മാറി വിദ്യാർത്ഥി കേന്ദ്രീകൃത രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. വില്യം ആർതർ വാർഡിൻ്റെ ഒരു കോട്ടുണ്ട്, ഒരു സാധാരണ അധ്യാപകർ എന്ന് പറയുന്നത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, ഒരു നല്ല അധ്യാപകർ എന്ന് പറയുന്നത് കാര്യങ്ങൾ വിശദീകരിച്ച് കൊടുക്കും, ഒരു മികച്ച അധ്യാപകർ എന്ന് പറയുന്നത് കാര്യങ്ങൾ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കും. പക്ഷേ ഒരു മഹാന്മാരായിട്ടുള്ള അധ്യാപകർ എന്ന് പറയുന്നത് വിദ്യാർത്ഥി സമൂഹത്തിന് പ്രചോദനമാകുന്നു പറയും. പക്ഷേ ഈ രീതിയിൽ പ്രചോദനമാകുന്നുണ്ടോ എന്നുള്ള സംശയം തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ അടുത്ത കാലത്തെ പല വാർത്തകളും നമ്മൾ കാണുന്നത്. ദയാരഹിതരായി വിദ്യാർത്ഥികൾ പെരുമാറുന്നു, അധ്യാപക വിദ്യാർത്ഥി സംഘർഷം. പക്ഷേ ഇത്തരം സബ്ജക്റ്റുകളിലേക്കൊക്കെ നമ്മൾ കടന്നു ചെല്ലുമ്പം എപ്പോഴും വിദ്യാർത്ഥികളെയും അധ്യാപകരെയും രണ്ട് ദ്വന്ദ്ങ്ങളിൽ പ്രതിഷ്ഠിച്ച് കൂടുതലും ആരുടെ ഭാഗത്ത് തെറ്റ് ആരുടെ ഭാഗത്ത് ശരി എന്നുള്ള രീതിയിലാണ് നമ്മൾ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാറ്. ആ രീതിയിലുള്ളൊരു ചർച്ചയല്ല നമ്മൾ ആഗ്രഹിക്കുന്നത്, ഒരു താത്വിക അവലോകനവുമല്ല. പകരം വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ പ്രതിനിധിയായി വന്നിട്ടിരിക്കുന്ന അമൃത, പിന്നെ അതുപോലെ അധ്യാപകരുടെ പ്രതിനിധിയായിട്ട് വന്നിട്ടുള്ള ഗിജ മാം, അതുപോലെ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള ഒരു ശാന്തിനികേതൻ പോലെയുള്ള ഒരു സ്കൂള് നടത്തിക്കൊണ്ടു പോകുന്ന സൈക്കോളജിസ്റ്റ് കൂടിയായുള്ള നിർമ്മല ടീച്ചർ, ഇവരുടെയൊക്കെ അടുത്ത് നിന്ന് അവരുടെ ചില എക്സ്പീരിയൻസുകളും അവരുടെ സംഘർഷങ്ങളും അതിൽ അവർ തന്നെ സ്വയമേവ കണ്ടെത്തിയ പോംവഴികളൊക്കെ ചർച്ച ചെയ്ത് കൊണ്ടുപോകാമെന്നാണ് കരുതുന്നത്. ആദ്യ ചോദ്യം ഈ സെഷൻ പാനലിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ആളായിട്ടുള്ള അമൃതയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതുന്നു. നമ്മൾ പൊതുവെ ഇൻഫോർമേഷൻ സീക്കിംഗ് ആണ്, അല്ലെങ്കിൽ അറിവ് നേടാനാണ് നമ്മൾ വിദ്യാലയങ്ങളിൽ പോകുന്നത് അല്ലെങ്കിൽ അധ്യാപകരുടെ അടുത്തെത്തുന്നത് എന്ന് ഈ പുതിയ കാലത്ത് പറയാൻ പറ്റില്ല. കാരണം വിരൽത്തുമ്പിൽ നമുക്ക് എല്ലാ അറിവും കിട്ടുന്നു. ChatGPT ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, ഗൂഗിൾ ഉണ്ട്. പകരം വിജ്ഞാനമാണ്, സോഷ്യൽ ഇൻ്റലിജൻസ് രൂപപ്പെടുത്തലാണ്, സ്വഭാവ രൂപീകരണമാണ്, അങ്ങനെ പലതുമാണ് അധ്യാപകരിൽ നിന്ന് ശരിക്കും വിദ്യാർത്ഥികൾ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു കാലത്ത് ഞാൻ പ്രതീക്ഷിച്ചിരുന്നതും അതായിരുന്നു. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ അധ്യാപകരിൽ നിന്ന് അമൃത പ്രതീക്ഷിക്കുന്ന കാര്യങ്ങൾ എന്താണ്? ഇപ്പോൾ ചേച്ചി പറഞ്ഞതുപോലെ ജനറേഷൻ ഗ്യാപ്പ് എല്ലാ സമയവും ടീച്ചറിൻ്റെ സ്റ്റുഡൻറ്റിൻ്റെ ഇടയിലുണ്ടാവും. അത് നമുക്കൊരിക്കലും ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ ആ ജനറേഷൻ ഗ്യാപ്പിൽ നിന്നുകൊണ്ട് പുതിയ ജനറേഷനെ വാർത്തെടുക്കുന്ന ആൾക്കാരാണ് നമ്മുടെ അധ്യാപകരെന്ന് പലപ്പോഴും നമ്മുടെ അധ്യാപകർ മനസ്സിലാക്കുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ കാലം മാറി വരുമ്പോഴത്തേക്കും കണ്ടിന്യൂസ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ട ഒരു സംഭവമാണ് നമ്മുടെ കരിക്കുലം അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ സിസ്റ്റം. വളരെ സ്ലോ പ്രോസസ്സായിട്ട് പോകുന്ന ഈ ഒരു കൺവെൻഷണൽ സിസ്റ്റത്തിൽ നിന്നുകൊണ്ട് നമ്മൾ അടുത്ത ഫ്യൂച്ചറിലേക്കുള്ള എഡ്യൂക്കേഷൻ സീക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഡിഫിക്കൽട്ടി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ ടീച്ചേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ എല്ലാ അധ്യാപകരും എൻ്റെ അഭിപ്രായത്തിൽ ശരിക്കും അധ്യാപകരാകുന്നില്ല. അതായത് നമ്മൾ അവരിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഈ പറയുന്ന പോലെ ഒരു ഇമോഷൻ സീക്കിംഗ് അല്ല, ഇൻഫർമേഷൻ സീക്കിംഗ് അല്ല. നമുക്കിപ്പോൾ ChatGPT ഉണ്ട്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഗൂഗിളുണ്ട്. എപ്പോഴും ഇപ്പം എക്സാമിൻ്റെ തലേന്നാണെങ്കിലും ഇപ്പം നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് കൂടുതലും ഈ പറഞ്ഞ പോലത്തെ പ്ലാറ്റ്ഫോംസിലാണ്. പക്ഷേ ഇതിനപ്പുറത്തേക്ക് ഒരു കുട്ടിയുടെ മനസ്സിനെ സ്പർശിക്കാൻ എപ്പോഴും ഒരു അധ്യാപികയ്ക്ക് അല്ലെങ്കിൽ അധ്യാപകന് മാത്രമേ കഴിയുള്ളൂ. ആ ഒരു രീതിയിൽ അടുത്ത ജനറേഷനെ ബിൽഡ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ വഹിക്കുന്ന ആൾക്കാർ നമ്മുടെ ടീച്ചേഴ്സാണ്. അപ്പോൾ എന്താ പറയുക, നമുക്ക് പലപ്പോഴും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മൾ ഈ 12th സ്കൂളിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തു പോകുമ്പോൾ നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പല സ്കിൽസും നമ്മൾ അറ്റൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവില്ല. പലപ്പോഴും നമ്മുടെ ടീച്ചേഴ്സിന് നമ്മുടെ ക്ലാസ് റൂം തന്നെ കുറച്ചുകൂടെ എൻഗേജിങ് ആക്കാൻ കഴിയും. എപ്പോഴും ഒരു ടീച്ചർ എന്ന് പറയുന്നത് ഒരു പ്രോബ്ലം വരുമ്പോൾ ഇറ്റ് ഷുഡൻറ്റ് ബി ടീച്ചർ വേഴ്സസ് ദ സ്റ്റുഡൻസ്, ഇറ്റ് ഷുഡ് ഓൾവേസ് ബി ദ പ്രോബ്ലം വേഴ്സസ് ദ ടീം. ആ ടീമിൻ്റെ ലീഡർ ആയിരിക്കണം നമ്മുടെ ടീച്ചർ. അപ്പോൾ ആ രീതിയിലുള്ള ടീച്ചേഴ്സിന് നമുക്ക് എല്ലായ്പ്പോഴും കിട്ടില്ല. വിരലിലെണ്ണാവുന്ന ടീച്ചേഴ്സ് മാത്രമേ നമുക്കങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റമായിട്ട് നമ്മുടെ ലൈഫിൽ നിന്നിട്ടുള്ളൂ. പലപ്പോഴും പല കുട്ടികളോടും പല അപ്രോച്ച് കാണിക്കുക, അല്ലെങ്കിൽ ഒരു ഫേവറിറ്റിസം, അല്ലെങ്കിൽ ഒരു ഭീകരമായിട്ടുള്ള ഒരു അക്കാഡമിക് പ്രഷറാണ് നമുക്ക് പലപ്പോഴും ടീച്ചേഴ്സിൻ്റെ ഉണ്ടാവുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഫിയർ ഓഫ് ഫെയിലിയർ, തോൽക്കാനുള്ളൊരു പേടിയാണ് നമ്മളിൽ ശരിക്കും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നത്. തോൽക്കാനുള്ള ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ഒരു കാലത്ത് വിജയിക്കാൻ പറ്റൂ എന്നുള്ളൊരു എഡ്യൂക്കേഷൻ നമുക്കിവിടെ ഒരിടത്തു നിന്നും കിട്ടുന്നില്ല.
തോൽക്കാൻ ആദ്യം നമ്മൾ ധൈര്യപ്പെടണം. അതായത് ഒരു മാർക്ക് അല്ലെങ്കിൽ മാർക്കിൽ നമ്മൾ മുന്നിലെത്തുക, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിൽ നമ്മുടെ പേര് വരികയാണ് എഡ്യൂക്കേഷൻ്റെ അൾട്ടിമേറ്റ് എയിം എന്നാണ് നമ്മൾ നഴ്സറി ക്ലാസ് മുതൽ പഠിച്ചു വരുന്നത്. എൻ്റെ അറിവിൽ ചരിത്രത്തിൽ ഇടം പിടിച്ചവരാരും റാങ്ക് ലിസ്റ്റിൽ ഇടം പിടിച്ചവരല്ല. അതുകൊണ്ട് ഇതിനപ്പുറത്തേക്ക് നമ്മൾ ഈ പറയുന്ന എന്താ പറയുക, ഇപ്പോൾ ഗോസ് തിയറം, പൈത്തഗോറസ് തിയറം ഒക്കെ പഠിക്കുന്നതിൻ്റെ അപ്പുറത്തേക്കൊരു ജീവിതമുണ്ട്. ജീവിക്കാൻ ഒരു സ്കൂളും പഠിപ്പിക്കുന്നില്ല, ഒരു ടീച്ചറും പഠിപ്പിക്കുന്നില്ല. വളരെ എണ്ണാവുന്ന ടീച്ചേഴ്സ് മാത്രമേ നമ്മുടെ സൈഡ്, അല്ലെങ്കിൽ ഒരു വ്യത്യസ്തമായ കഴിവ് ഒരു കുട്ടിക്കുണ്ടെങ്കിൽ അത് വാർത്തെടുക്കാനുള്ള ഒരു പ്ലാറ്റ്ഫോം നമുക്കൊരിക്കലും കിട്ടുന്നില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ രീതിയിൽ ടീച്ചേഴ്സിന് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമുക്കിപ്പോൾ എന്താ പറയുക, ക്ലബ്ബ് ആക്ടിവിറ്റീസ് ഉണ്ട്, അല്ലെങ്കിൽ പലതരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ഈ സർക്കാരിൻ്റെ ചില പദ്ധതികൾ പൊടിപിടിച്ച് കിടക്കുന്ന പോലെ സ്കൂളിലും ഒരു അഡ്വർടൈസ്മെൻ്റ് എന്നുള്ള രീതിയിൽ ഫ്ലെക്സുകളിൽ വരും. നമ്മളും ഈ പറയുന്ന ഇങ്ങനൊരു ക്ലബ്ബ് ആ സ്കൂളിലുണ്ട് എന്ന് അറിയുന്നത് ചിലപ്പം ഈ അഡ്വർടൈസ്മെൻറ്റിന് ഫോട്ടോ എടുക്കാൻ പോകുമ്പോഴായിരിക്കും. സ്കൂളിംഗ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഈസ് ബിക്കമിങ് എ ബിസിനസ് നൗ ഡേയ്സ്. ആ സമയത്ത് ആക്ടിവിറ്റീസ് ആർ ബിക്കമിങ് അഡ്വർടൈസ്മെൻറ്റ്സ്. അതൊരു വലിയ പോരായ്മയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഒരു സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ ഇനിയെങ്കിലും നമ്മുടെ വരുന്ന ജനറേഷന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഈ ഒരു ഫാസ്റ്റ് ഗ്രോയിങ് വേൾഡിൽ നമുക്ക് എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല. അമൃതയുടെ വിഷയങ്ങളിൽ ഈ ക്ലാരിറ്റി തന്നെ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ വിജയം കാണിക്കുന്നുണ്ട്, അധ്യാപകരുടെയും വിജയം കാണിക്കുന്നുണ്ട്. എൻ്റെ അടുത്ത ചോദ്യം ഗീജ ടീച്ചറോടാണ്. ടീച്ചറുടെ ഒരുപാട് കുട്ടികളായിട്ടൊക്കെ സംസാരിച്ച് ചെയ്യുന്ന അവരുടെ ജീവിതത്തിൽ അവരെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്ത, ഏറ്റവും ഇഷ്ടം തോന്നിയ, മറക്കാനാവാത്ത ടീച്ചർ എന്നാണ് പലരും ടീച്ചറെ കുറിച്ച് പറയുന്നത്. പുതിയ കാലത്ത് നമ്മൾ കേൾക്കുന്ന വാർത്തകളൊന്നും അത്ര നല്ലതും അല്ലല്ലോ. അപ്പം ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത് പലപ്പോഴും വിദ്യാർത്ഥികളുടെയും അല്ലെങ്കിൽ അധ്യാപകരുടെയും ഇടയിലുണ്ട് എന്ന് തോന്നാറുണ്ട്. ശരിക്കും ഈ ഒരു ജനറേഷൻ ഗ്യാപ്പ് തന്നെയാണോ പ്രശ്നം, അതോ ഓരോ ഇൻഡിവിജ്വലും ഓരോ തരത്തിലുള്ള പരിതസ്ഥിതികളിൽ നിന്നാണ് വരുന്നത്? ഓരോ വിദ്യാർത്ഥിയുടെയും പ്രശ്നം വ്യത്യസ്തമാണ്, ഓരോരുത്തരും വ്യത്യസ്ത പാരൻറ്റിങ്ങിലൂടെയാണ് പോകുന്നത്. ചിലരുടെ അടിച്ചും ഭീഷണിപ്പെടുത്തിയാണെങ്കിൽ ചിലർ മനസ്സിലാക്കിയായിരിക്കും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പാരൻസ് കുട്ടികളെ. അപ്പം ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള വ്യത്യസ്തതകളുള്ള കുട്ടികളെ ട്രീറ്റ് ചെയ്യുന്നതിലുള്ള പ്രശ്നമാണോ, ജനറേഷൻ ഗ്യാപ്പാണോ, എന്താണ് ഈ കോൺഫ്ലിക്റ്റിലേക്ക് ഈ അടുത്ത കാലത്തായിട്ട് വിദ്യാർത്ഥി അധ്യാപക സമൂഹത്തെ നയിക്കുന്നത്? എന്താണ്? പ്രസക്തമായ ഒരു ചോദ്യത്തിലേക്കാണ് നമ്മുടെ മോഡറേറ്റർ ചോദിച്ചത്. അധ്യാപനവും അധ്യയനവും എന്ന് പറയുമ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള നല്ല രീതിയിലുള്ളൊരു ചേർച്ചയാണ് അധ്യാപിക എന്ന നിലയിൽ വിദ്യാഭ്യാസം എന്നതുകൊണ്ട് ഞാൻ അർത്ഥമാക്കിയത്. നമ്മുടെ മക്കളെ സ്കൂളിലേക്ക് അയക്കുമ്പോൾ ഭൂരിഭാഗം സമയവും സ്കൂളുകളിലാണ്. അതായത് ഞാനടക്കമുള്ള അധ്യാപകരായ അമ്മമാരുടെ കീഴിലാണ് സുരക്ഷിതമായി പേരൻസ് തരുന്നത്. അപ്പോൾ ഒരിക്കലും നമ്മുടെ കുട്ടിയെ എൻ്റെ മകനല്ല എന്ന് കാണുന്നിടത്ത് നിന്നാണ് ഒരു വേർതിരിവ് വരുന്നതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ മക്കളെ പോലെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായും കുട്ടി നമ്മളോട് ചേർന്ന് നിൽക്കും. ഒരു ഹേർട്ട് ടു ഹേർട്ട് റിലേഷൻഷിപ്പ് തീർച്ചയായും അവന് നമ്മൾ കൊടുക്കണം. ചോദിച്ചതുപോലെ വിദ്യാഭ്യാസത്തിൽ മാറ്റം വന്നോ, അല്ലെങ്കിൽ പഴയ കാലത്തു നിന്നും ഈ കാലഘട്ടത്തിലേക്ക് വന്നപ്പോൾ കുട്ടികൾ മാറിയിരിക്കുന്നു എന്നൊക്കെ ചോദിച്ചതുപോലെ തീർച്ചയായും അവന് മാറാനുള്ള അവസരം നമ്മളെ ചുറ്റുപാടുകൾ തന്നെ ധാരാളമുണ്ട്. നമ്മൾ നോക്കുമ്പോൾ മൊബൈൽ ഫോണ്, അതും പലതരത്തിൽ, ഐഫോൺ 15, 16, അവൻ്റെ കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ, അവന് ചോദിച്ചാൽ പെട്ടെന്ന് തന്നെ വാങ്ങിച്ചു കൊടുക്കുന്ന പേരൻസ്, ഇതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അപ്പം നമ്മൾ എവിടെയാണ് നമ്മുടെ മക്കളെ നിയന്ത്രിക്കേണ്ടത്? സ്നേഹം കൊടുക്കുന്നതോടൊപ്പം ഒരു ചെറിയൊരു അതിർവരമ്പും കൂടെ നമ്മൾ കൽപ്പിക്കേണ്ടതല്ലേ? ആദ്യം പേരൻസിൻ്റെ ഭാഗത്തു നിന്ന് ആ കാര്യങ്ങളൊന്നും കൂടെ നമ്മൾ ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ പേരൻസ് നമ്മളെ എങ്ങനെയാണ് വളർത്തിയത്, അതിൽ നിന്നും എനിക്ക് കിട്ടാത്തതൊക്കെ എൻ്റെ മകന് കൊടുക്കണം എന്നാഗ്രഹിക്കുന്ന പേരൻസ്, അത് കൊടുത്തു തീർക്കാൻ ആഗ്രഹിക്കുമ്പോൾ നമ്മുടെ മകൻ എവിടെയാണ് എത്തിച്ചേരുന്നത് എന്നും കൂടെ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. APJ അബ്ദുൽ കലാം സാറൊക്കെ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ അധ്യാപകരെക്കുറിച്ച് വലിയ കാഴ്ചപ്പാടുകളായിരുന്നു ഉണ്ടായിരുന്നത്. അത് ആ കാലഘട്ടമാണ്. ഹി റേഡിയേറ്റ്സ് നോളജ് കൊടുക്കുന്നതോടൊപ്പം ഹി റേഡിയേറ്റ്സ് പ്യൂരിറ്റി ഓഫ് ലൈഫ്. ഈ കാലഘട്ടത്തിൽ അധ്യാപകർ അങ്ങനെ കൊടുക്കുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മോളോട് പറയാനുള്ളത് തീർച്ചയായും അധ്യാപകർ അങ്ങനെ കൊടുക്കുന്നുണ്ട്.
നമ്മളോട് ചേർത്ത് തന്നെയാണ് നമ്മുടെ കുട്ടികളെ നിർത്തുന്നത്. പാരൻസും പ്ലസ് ടീച്ചേഴ്സ് പ്ലസ് സ്റ്റുഡൻസ് ആകുമ്പോഴാണ് നമ്മുടെ ഫിസിക്കൽ ടു എഡ്യൂക്കേഷൻ എന്ന് പറയാം. ഞാൻ പഠിപ്പിക്കുന്നത് ഒരു ഗ്രാമപ്രദേശത്തുള്ളൊരു സ്കൂളിലാണ്. അവിടെ ഈ നമ്മുടെ നഗരത്തിൻ്റേതായ ഒരു ആഭരണങ്ങളൊന്നുമില്ല. 8ാം ക്ലാസ്സിൽ എൻ്റെ മുന്നിലെത്തിയ നമുക്കവനെ ശരത്തെന്ന് വിളിക്കാം. അവനൊരിക്കൽ എല്ലാ ദിവസവും ക്ഷീണിച്ചാണ് ഇരിക്കുന്നത്. ഞാൻ അടുത്തു വന്ന് ചോദിച്ചു, എന്ത് പ്രശ്നം? പലപ്പോഴും പറഞ്ഞില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ടീച്ചർ എനിക്ക് വയ്യ. എല്ലാ ദിവസവും ഇത് പറയും. അപ്പോൾ ഞാൻ വീണ്ടും ചോദിച്ചു, നിനക്ക് എന്തു പറ്റി? അങ്ങനെ ഞാൻ അവൻ്റെ അമ്മയെ ഒരു ദിവസം വിളിച്ചു. അമ്മയ്ക്കും പറയാൻ നല്ല ബുദ്ധിമുട്ട്. അങ്ങനെ ഞാനൊരു ദിവസം അവൻ്റെ വീട്ടിലേക്ക് പോയി. സത്യത്തിൽ എൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. വീടെന്ന് പറഞ്ഞാൽ കിടക്കുന്നതും ഭക്ഷണം പാകം ചെയ്യുന്നതും എല്ലാം ഒരു റൂമാണുള്ളത്. അച്ഛൻ്റെ അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ നല്ല മദ്യപാനിയാണ്. അമ്മയെ നന്നായി ഉപദ്രവിക്കും. അടിക്കുമ്പോൾ മൂക്കിൽ കൂടെയും വായിൽ കൂടെയും ഒക്കെ ചോര വരും. ഇത് നമ്മുടെ കുട്ടി കാണുന്നു. ഇതാണ് അവൻ്റെ മനസ്സിൽ ഉണ്ടാക്കിയ ഈ അസുഖത്തിനുള്ള കാരണം. ഇത് എന്നോട് അവൻ ആദ്യം പറയാനൊരു മടിയായിരുന്നു. അങ്ങനെ എനിക്ക് എക്സാം വന്നു. ഞാൻ അന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുമ്പോൾ അവനെ ആശ്വസിപ്പിച്ചു, എല്ലാ ദിവസവും സ്കൂളിൽ വരണമെന്നൊക്കെ പറഞ്ഞു. എക്സാം വന്നു. എക്സാം ഹാളിൽ വെച്ച് പേപ്പറിൽ, മലയാളം പേപ്പറിൽ അവൻ എഴുതി വെച്ചത്, കാക്കേ കാക്കേ കൂടവിടെ കൂട്ടിനകത്തൊരു കുഞ്ഞുണ്ടോ എന്ന ആ 4 വരിയാണ് അവൻ എഴുതി വെച്ചത്. ഹാളിൽ നിന്ന് സാർ എനിക്ക് വാട്സപ്പ് ചെയ്തു തന്നു. അന്ന് ഞാൻ അവനെ വീണ്ടും വിളിച്ച് അവൻ്റെ പ്രശ്നങ്ങളെല്ലാം അറിഞ്ഞു. സ്കൂളിൽ വരാൻ താല്പര്യമില്ലാത്തതിൻ്റെ കാരണമെല്ലാം മനസ്സിലാക്കി. എങ്ങനെ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത ദിവസം എൻ്റെ അച്ഛൻ മരിക്കുക. അവൻ്റെ അച്ഛൻ മരിച്ചപ്പോൾ അവൻ എന്നോട് പറഞ്ഞത്, ടീച്ചറെ ഇത് നല്ലതായി, ഇനി ഞങ്ങൾക്ക് സമാധാനത്തോടുകൂടി കഴിയാമല്ലോ എന്നാണ്. നോക്കൂ, ഞാൻ പറഞ്ഞു വന്നത് ഒരു വിഭാഗം കുട്ടികളെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിൽ പെട്ടു വരുന്നുണ്ട്. അപ്പോൾ മാറുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് അധ്യാപകനും വിദ്യാർത്ഥികളും മാറണം എന്ന് പറയുമ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികളെ കൂടെ നമ്മൾ ചേർത്ത് വയ്ക്കേണ്ടതുണ്ട്. ഇനി ക്ലബ്ബ് ആക്ടിവിറ്റീസിൻ്റെ കാര്യവും കൂടെ പറഞ്ഞു. നമ്മുടെ സർക്കാർ സ്കൂളുകളിൽ ധാരാളം ക്ലബ്ബ് ആക്ടിവിറ്റീസ് ഉണ്ട്. ക്ലബ്ബ് ആക്ടിവിറ്റീസുകളിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുട്ടികളെ കലയിലും അതുപോലെ തന്നെ ആർട്സിലും സ്പോർട്സിലും ഒക്കെ മെച്ചപ്പെട്ട രീതിയിലുള്ള പ്രാക്ടീസ് കൊടുത്ത് കുട്ടികളെ മുൻധാരാ നിരയിലോട്ട് കൊണ്ടുവരുന്നു. എല്ലാ കുട്ടികളും ഒരിക്കലും പഠനത്തിൽ നമുക്ക് A+ വാങ്ങണമെന്നൊരു അധ്യാപകൻ നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഒരു പാരൻസും നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല. അവൻ ഏതിലാണോ വാസന ഉള്ളത് അവന് കൂടുതൽ അതിന് നമ്മൾ പ്രാക്ടീസ് കൊടുക്കുക. ഇപ്പോൾ ഖോഖോയ്ക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് നമുക്കിപ്പോൾ വേൾഡ് കപ്പ് ഖോഖോയ്ക്ക് നടന്നു. നമ്മുടെ നാട്ടിൻപുറത്തെ ഈ സ്കൂളിൽ, എൻ്റെ സ്കൂളിൽ നിഖിൽ എന്ന സാധാരണക്കാരനായ ഒരു പയ്യൻ, എനിക്ക് ഒന്നും അറിയാമായിരിക്കും, ആ പയ്യൻ അടങ്ങുന്ന ടീമിന് ഖോഖോ വേൾഡ് കപ്പിലേക്ക് എത്തി. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സത്യത്തിൽ ആ കുട്ടി നമ്മുടെ സ്കൂളിലേക്ക് വന്നപ്പോൾ അവൻ്റെ സാഹചര്യമൊക്കെ അറിയാം. നമുക്കൊക്കെ അധ്യാപകർക്കെല്ലാം കണ്ണ് നിറഞ്ഞു പോയൊരു സംഭവമാണ്. ഇത്രയും സാധാരണ ഒരു ഗ്രൗണ്ടിൽ നിന്നും കളിച്ചു വളർന്ന് അവൻ ഇത്രയും വലിയൊരു നിലയിലേക്ക് അവൻ എത്തിച്ചേരാമെങ്കിൽ തീർച്ചയായും നമ്മുടെ മക്കൾക്ക് എല്ലാവർക്കും എത്തിച്ചേരാം. അതിന് പാരൻസും ടീച്ചേഴ്സും തമ്മിലുള്ളൊരു പോസിറ്റീവ് റാപ്പോർട്ട്, അതായത് ഒരു നല്ലൊരു സൗഹൃദപരമായ ഒരു അന്തരീക്ഷം കാത്തു സൂക്ഷിച്ചാൽ മാത്രം മതിയാവും. വ്യക്തമാണ് ടീച്ചർ പറഞ്ഞത്. നമുക്ക് നിർമ്മല ടീച്ചറിലേക്ക് കടക്കാം. ടീച്ചർ വിദ്യാനികേതൻ സ്കൂൾ ശാന്തിനികേതൻ സ്കൂൾ എന്ന് പറഞ്ഞൊരു വ്യത്യസ്ത ആശയമാണല്ലോ ടീച്ചർ കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് നമ്മുടെ നിലവിലുള്ള വിദ്യാഭ്യാസ രീതിയിലും വിദ്യാഭ്യാസ അന്തരീക്ഷത്തിലൊക്കെ പല ന്യൂനതകൾ ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണല്ലോ ടീച്ചർ അത് തുടങ്ങുന്നത്. മാർക്ക് ഡ്രിവൺ ആണ് പലപ്പോഴും ഒരു കാലത്ത് നമ്മുടെ ഫുള്ള് സിസ്റ്റം എന്ന് പറയുന്നത്, വിദ്യാഭ്യാസ സിസ്റ്റം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പം ഗ്രേഡിങ്ങിലേക്ക് പോയത് തന്നെ കുട്ടികളുടെ മേലുള്ള പ്രഷർ കുറയ്ക്കാനായിരുന്നു. പക്ഷേ ഇപ്പം നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി തന്നെ എല്ലാ വർഷവും വന്നിരുന്ന് ഈ ഗ്രേഡിൻ്റെ കണക്കുകളാണ് പറയുന്നത്. അങ്ങനെയല്ല ആവരുത് എന്നാണ് കാണിക്കുന്നത് നമ്മുടെ മൊത്തത്തിലുള്ള സമൂഹത്തിൻ്റെ പോക്ക് കാണുമ്പം. അപ്പം തീർച്ചയായിട്ടും ടീച്ചറുടെ സ്ഥാപനത്തിൽ വ്യത്യസ്ത രീതിയിൽ തന്നെ ആയിരിക്കും കുട്ടികളെ പഠിപ്പിച്ച് കൊണ്ടുപോകുന്നത് നമുക്കറിയാം. പ്രത്യേകിച്ച് നമ്മുടെ പുതിയ കാലത്ത്
ഹോംവർക്കിൻ്റെ ഒരു ഭാരം വല്ലാതെ കുട്ടികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. ഈ ഹോംവർക്കിൻ്റെ ഭാരം അടിച്ചേൽപ്പിക്കുന്നത് സംഭവിക്കുന്നത് വീട്ടിൽ കുട്ടിയും രക്ഷിതാക്കളും തമ്മിലുള്ളൊരു കമ്മ്യൂണിക്കേഷൻ, അതിനുള്ളൊരു സാധ്യത വല്ലാതെ കുറയുന്നുണ്ട്. കാരണം അതും കൂടി ആവശ്യമാണല്ലോ കുട്ടിയുടെ ഒരു ഇമോഷണൽ ഇൻ്റലിജൻസ് ഡെവലപ്മെൻറ്റിൽ. അപ്പം ആ തരത്തിൽ എത്രത്തോളം വ്യത്യസ്തമായി നിലകൊള്ളുന്നുണ്ട് ശാന്തിനികേതൻ? ടീച്ചറുടെ ഒരു എക്സ്പീരിയൻസ് പറയും. എക്സ്പീരിയൻസ് പറയാം, പക്ഷേ ആ ചോദ്യത്തിൽ ഞാൻ ഉത്തരം പറയുമ്പോൾ ഞാൻ എൻ്റെ തന്നെ സ്കൂളിനെ പറ്റി പറയുന്നൊരു മേനി പറച്ചിലായി പോവോ എന്നെനിക്കൊരു സംശയമുണ്ട്. കാര്യങ്ങൾ എടുക്കാമല്ലോ, അതുകൊണ്ട് ടീച്ചർ പറഞ്ഞോളൂ ധൈര്യമായിട്ട്. ഞാൻ 28 കൊല്ലം മുൻപാണ് ഈ ശാന്തിനികേതൻ സ്ഥാപിച്ചത്. അപ്പോൾ എനിക്ക് മാർക്ക് വാങ്ങിക്കുന്നതിലല്ല കാര്യം, നമ്മളുടെ സ്നേഹമുള്ള സമൂഹത്തിന് ഉപകരിക്കപ്പെടുന്ന, അതായത് ഒരു കുഞ്ഞിനെ ഒരാൾക്കൊരാവശ്യം വരുമ്പോൾ സഹായിക്കുന്ന, അനുകമ്പയുള്ള, സഹാനുഭൂതിയുള്ള മക്കളെ കൊണ്ടുവരുന്നതിലാണ് കാര്യം എന്ന് ഞാനൊരു 13 കൊല്ലം ഒരിടത്ത് വർക്ക് ചെയ്തിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പഠിച്ചത് തന്നെ പ്രാവർത്തികമാക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നും. അങ്ങനെയാണ് ശാന്തിനികേതൻ നമ്മൾ തുടങ്ങിയത്. ഇപ്പോൾ 27 കൊല്ലം ശാന്തിനികേതനിൽ ഉണ്ട്. അപ്പോൾ 14 ബാച്ച് 12ാം ക്ലാസ് പഠിച്ചിറങ്ങി. അപ്പോൾ തുടങ്ങിയപ്പോൾ കളിയിൽ, അതായത് തിളയ്ക്കുന്ന ജലത്തിൽ നമ്മുടെ പ്രതിച്ഛായ കാണാൻ പറ്റില്ല. സാരം എന്തെന്ന് പറഞ്ഞിരുന്നാൽ നമ്മുടെ മനസ്സെപ്പോഴും ശാന്തമാവണം. അങ്ങനെ സന്തോഷകരമായെങ്കിലേ നമ്മുടെ എല്ലാ കാര്യവും നമ്മൾക്ക് മനസ്സിലാക്കാനും ആ പഠിച്ചത് പ്രാവർത്തികമാക്കാനും പറ്റുകയുള്ളൂ. അപ്പോൾ കുഞ്ഞ് ക്ലാസ്സിൽ തന്നെ വരുമ്പോൾ പ്ലേ സെക്ഷനിൽ തന്നെ നമ്മൾ കളിയിൽ കൂടിയാണ് പഠിപ്പിച്ചത്. അതായത് അക്ഷരം തേക്ക് വരുമ്പോൾ നമ്മളിപ്പോൾ വെജിറ്റബിൾ പ്രിൻറ്റിങ്, വെണ്ടക്കയിൽ പെയിൻറ്റ് മുക്കി രൂപത്തിൽ, അങ്ങനെ അൺകോൺഷ്യസ്ലി അബോധ മനസ്സിൽ കുഞ്ഞ് പഠിക്കും. പിന്നെ നമ്മൾ ഓർക്കണം, മാതാപിതാക്കൾ വാവകളെ സ്കൂളിൽ വിടുന്നത് പഠിക്കാനാണ് അല്ലേ, അല്ലാതെ അവർക്കൊരു ഭാരം കൊടുക്കാനല്ല. അപ്പം കളിയിൽ കൂടി പല പല ക്രിയേറ്റീവ് മെത്തേഡ്സ്, ആക്ടിവിറ്റീസ് ഉണ്ട്. അതായത് സ്ഥൂലപേശി വികസനം, സൂക്ഷ്മപേശി വികസനം, സർഗാത്മകത എല്ലാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒരു ടീച്ചറിനെ നമ്മൾ പഠിപ്പിച്ചെടുക്കും. അതായത് എല്ലാം കഴിഞ്ഞ് ടീച്ചർ ഇയർ പ്ലാൻ, മന്ത്ലി പ്ലാൻ, ഡെയിലി പ്ലാൻ എല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ട് വേണം ഒരു ടീച്ചർ ഒരു ക്ലാസ് തുടങ്ങാൻ. അപ്പോൾ കുട്ടി സന്തോഷമായിട്ട് വരുമ്പോൾ വാവയ്ക്ക് ചിലപ്പോൾ വിമുഖതയായിരിക്കും. ആദ്യം വാവ ക്ലാസ്സിൽ തന്നെ കയറിയെന്ന് വരില്ല, നമ്മൾ നിർബന്ധിച്ച് കയറ്റുകയില്ല. പതിയെ സമയം വൈകുന്നേരം വരെ വാവയെ സ്കൂളിലാക്കുകയുള്ളൂ. അത് പ്ലേ സെക്ഷൻ്റെ കാര്യം. അപ്പോൾ തന്നെയും ബുക്കുകൾ നമ്മൾ കൊടുത്തു വിടില്ല, സ്കൂളിൽ തന്നെ വയ്ക്കുകയുള്ളൂ. അത് 1ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് വരെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നല്ലോ ഹോംവർക്കിൻ്റെ കാര്യം. അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ടീച്ചറിൻ്റെ ചുമതലയാണ് ഒരു വിദ്യാർത്ഥിയെ ഒരു പാഠഭാഗം മനസ്സിലാക്കിച്ചു കൊടുക്കാൻ. അപ്പോൾ വാവയ്ക്ക് ഇപ്പോൾ ഒരു ഇവാലുവേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ തലേദിവസം തന്നെ ടീച്ചർ അത് നല്ലതുപോലെ ആവർത്തിച്ച് എഴുതിപ്പിച്ച് കുഞ്ഞിനെ പഠിപ്പിച്ചിട്ടായിരിക്കും വിടുക. അപ്പോൾ വീട്ടിലെ മാതാപിതാക്കൾ അതൊരു പ്രയാസമായി തോന്നാറില്ല. മാത്രമല്ല ഈ പഠനത്തിലുള്ള ആ രീതികളിൽ, അതായത് നമ്മളിപ്പോൾ ഒരു കാര്യം പഠിക്കുമ്പോൾ കൊച്ചു ക്ലാസ്സിൽ ഇപ്പോൾ പാലിനെ പറ്റി നമ്മൾ പഠിക്കും ഇല്ലേ, അപ്പോൾ തൊട്ടടുത്ത് ബൂത്ത് നമ്മൾ അവിടെ എവിടെയാണോ വിസിറ്റ്സ് കൂട്ടും, ഇപ്പോൾ പോസ്റ്റ് ഓഫീസ്, പിന്നെ അവർക്ക് ബസ്സിൻ്റെ ട്രാഫിക് റൂൾസ്. അപ്പോൾ ഈ കുഞ്ഞു വാവകളെ നമുക്ക് ഇറക്കാൻ പറ്റില്ല. ഇതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് നമ്മളുടെ ഈ വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള കഴിവ്. അപ്പോൾ നമ്മുടെ ഒരു കടയിൽ കൊണ്ടുപോയി അവിടെ കാണുന്ന എല്ലാ സാധനങ്ങളും ഇപ്പോഴത്തെ പേരൻസിന് എല്ലാ സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ നമ്മൾ പറയും അതല്ല കാര്യം. അവരെ ചെറുതിലേ തന്നെ പേരൻസിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സ്വീകരിച്ച് ശീലിപ്പിക്കണം. എന്തോ സ്വീകരിച്ച് ശീലിപ്പിക്കുക. അതെ, നോ മാത്രമല്ല മോളെ, കാരണം എല്ലാ കാര്യങ്ങളും എന്തുകൊണ്ടാണ് പറഞ്ഞ് വിശദീകരിപ്പിക്കുക. അത് ജനനം മുതൽ 7 വയസ്സ് വരെയുള്ള കാലയളവിലാണ് ഒരു മനുഷ്യൻ്റെ 75% ബുദ്ധിശക്തി വികസിക്കുന്നത്. അപ്പോൾ തെറ്റായൊരു ധാരണ പേരൻസിൻ്റെ ഇടയിലുണ്ട്, കുഞ്ഞു വാവയ്ക്കൊന്നും മനസ്സിലാകില്ല എന്ന്. അല്ല, വാവകൾക്കെല്ലാം മനസ്സിലാകും. പറയേണ്ട രീതിയിൽ വിശദീകരിച്ച് പറഞ്ഞു കൊടുത്താൽ മതിയാകും. അങ്ങനെ പറഞ്ഞു കൊടുത്ത് വളർത്തുന്ന വാവയ്ക്ക് നമ്മളൊരു കുഞ്ഞു കമ്പാണ്, ഇളം കമ്പ് നമുക്ക് വളയ്ക്കാൻ പറ്റും. വലുതാകുമ്പോഴാണ് പ്രയാസം. കുഞ്ഞിലെ മക്കളെ നമ്മൾക്ക് ദൈവം തന്നത് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ മക്കൾക്ക് ഒരു കുഴപ്പത്തിനെല്ലാം ഉത്തരവാദി നമ്മളാണ്, മാതാപിതാക്കളും അധ്യാപകരുമാണ്. അപ്പോൾ അവരുടെ പ്രതികരണത്തിൽ ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ ആ പ്രതികരണത്തിൽ നിന്നാണ് അവരുടെ സ്വഭാവം രൂപപ്പെടുന്നത്. ടീച്ചർ ചെറിയ കുട്ടികളുടെ കാര്യം ഇപ്പോൾ പറഞ്ഞല്ലോ, പക്ഷേ വലിയ കുട്ടികളുടെ കാര്യത്തിൽ ഈ ഹോംവർക്ക് ഇല്ലായ്മ ഒക്കെ പ്രാക്ടിക്കലി പോസിബിൾ ആണോ? നമുക്കതൊരു അത്ഭുതമായിട്ട് തോന്നുന്നുണ്ട്. അല്ല, 5ാം ക്ലാസ് കഴിഞ്ഞ ശേഷം നമ്മൾ ഇപ്പോൾ ഈ മക്കൾക്ക് പറഞ്ഞു കൊടുക്കും, എല്ലാവർക്കും സമയമില്ല, ടൈം മാനേജ്മെൻറ്റിലാണ് ഏറ്റവും വലിയ പ്രയാസം ഇല്ലേ. അപ്പോൾ അതിന് വ്യക്തമായ ധാരണ പറഞ്ഞു കൊടുക്കും. അതായത്
എല്ലാ മനുഷ്യർക്കും 24 മണിക്കൂറാണല്ലോ സമയം കിട്ടുക ഇല്ലേ? പലതരത്തിലുള്ള സമയമുണ്ട്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ടൈം, അതായത് ഒരു വാവ സ്കൂളിൽ ചിലവഴിക്കുന്ന സമയം. പേഴ്സണൽ ടൈം, അതായത് കുട്ടിയുടെ വ്യക്തി ശുചിത്വത്തിന് വേണ്ടിയിട്ടുള്ളത്. സോഷ്യൽ ടൈം, ഇപ്പോൾ എന്തെങ്കിലും സാമൂഹ്യ ബന്ധങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊണ്ടുപോകുമല്ലോ ഇല്ലേ? ബ്ലാക്ക് ഹോൾ ടൈം, അതാണ് ഏറ്റവും സൂക്ഷിക്കേണ്ടത്. നാം അറിയാതെ തന്നെ നമ്മുടെ കയ്യിൽ നിന്ന് ചോർന്നു പോകുന്ന സമയം, മൊബൈൽ നോക്കി. അങ്ങനെ അതായത് നമ്മൾ ഇപ്പോൾ ആദ്യമായിട്ട് തന്നെ വാവകളെ നമ്മളും മക്കളോടൊപ്പം തന്നെ. അപ്പോൾ എന്ത് തെറ്റ് വന്നിരുന്നാലും അതൊരു കുഴപ്പമുള്ളതല്ല, തുറന്ന സമീപനമാണ് നമ്മൾക്ക് വേണ്ടത്. അപ്പോൾ സമയനിഷ്ഠ ഒരു ദൈനംദിന ചര്യ കുഞ്ഞിനെ ശീലിപ്പിക്കണം, ടൈം ടേബിളാക്കി. അപ്പോൾ ആ ടൈം ടേബിൾ അനുസരിച്ച് അച്ഛനും അമ്മയും ബാവയും കൂടെ ഒരുമിച്ചിരുന്ന് ചിട്ടപ്പെടുത്തിയിട്ട് വേണം ഈ ടൈം ടേബിൾ ഉണ്ടാക്കാൻ. അപ്പോൾ അത് കഴിഞ്ഞ് ആ ടൈം ടേബിൾ മാറ്റുകയും ചെയ്യാം. ഒരു യാന്ത്രികമായി പോകണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ കുഞ്ഞ് മനസ്സിലാക്കും ഇന്ന സമയത്തിനുള്ളിലാണ് ചേർക്കേണ്ടത്. അപ്പോൾ ഒരു പാഠഭാഗം, ഇപ്പോൾ നേരത്തെ അതിനാണല്ലോ പറഞ്ഞത് സമയം. അപ്പോൾ ഈ ഒരു പാഠഭാഗം, ഒരു ചാപ്റ്റർ പഠിക്കണമെങ്കിൽ എത്ര സമയമാണ് വേണ്ടത്, അങ്ങനെ നമ്മൾ ചിട്ടപ്പെടുത്തും. അതിന് പോകുന്നതിന് മുൻപ് നമ്പർ ഓഫ് പേജസ് എത്ര, സിലബസ് നോക്കണം, ഇത് പ്രാധാന്യമുള്ള ചാപ്റ്റർ ആണോ, ആ ചാപ്റ്റർ ആണെങ്കിൽ ആ പ്രാധാന്യം അനുസരിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടത്. അധ്യാപകരും അതിനോടൊപ്പം ഒരു കാര്യം കൂടി ആഡ് ചെയ്ത ഒരു കൗതുക ചോദ്യമാണ്. അതായത് നമ്മൾ ഓരോ റോളുകളിലുള്ള ആളുകളെയും നമ്മൾ ഓരോ തരത്തിലല്ല അഭിസംബോധന ചെയ്യുന്നത്. നമ്മൾ അച്ഛൻ എന്ന് വിളിക്കും, അമ്മയെ അമ്മ എന്ന് വിളിക്കും, അധ്യാപകരെ ടീച്ചറെ എന്ന് വിളിക്കും. അങ്ങനെ നമ്മൾ റോള് ഫിക്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം ഒരു ബഹുമാനവും അൺകോൺഷ്യസ് ആയി സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. പക്ഷെ ടീച്ചറെ കുട്ടികൾ ആൻറ്റി എന്ന് വിളിക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അത് എനിക്കൊരു ഭയങ്കര കൗതുകമായി തോന്നി. അപ്പം കുട്ടികളുടെ ബഹുമാനത്തിന് കുറവ് വരുമോ? എന്താണ് ആ ഒരു ബന്ധത്തിൽ അവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാവില്ലേ? ഇല്ല, മക്കൾ കൂടുതൽ അടുക്കും. ഇപ്പം സ്നേഹം കൊണ്ട് കീഴ്പ്പെടുത്താൻ പറ്റാത്തതായിട്ടൊന്നുമില്ല മക്കളെ. അപ്പോൾ മക്കൾക്ക് നമ്മൾക്കൊരു എന്താ പറയുക, ഒരു ഹൃദയ താളമുണ്ട് ഇല്ലേ? അമ്മ മക്കൾ താലോലിക്കുമ്പോൾ ഒരു താളം ഇല്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ 10ാം ക്ലാസ്സിലെ 12ാം ക്ലാസ്സിലെ എല്ലാ മക്കൾക്കും ഞാൻ ഹാൾ ടിക്കറ്റ് കൊടുക്കുകയായിരുന്നേ. അപ്പോൾ ഓരോ വാവകളെയും നമ്മൾ കെട്ടിപ്പിടിച്ച് അണച്ച് അവരുടെ കാതിൽ അവർ മെച്ചപ്പെടേണ്ട കാര്യങ്ങൾ നമ്മൾ കൊടുക്കുമ്പോൾ അവർക്കൊരു സന്തോഷം തോന്നും. അപ്പോൾ ആ വാവ പറഞ്ഞു, നിമ്മി എൻ്റെ അമ്മ എന്നെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് എത്രയോ നാളായി. അതൊരു നമ്മൾക്ക് എല്ലാം നമ്മുടെ മക്കൾ തന്നെയാണല്ലേ, 12ാം ക്ലാസ് ആയിരുന്നാലും. അപ്പോൾ നമ്മൾ ആൻറ്റി എന്ന് വിളിക്കുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ സന്തോഷം തോന്നും. അല്ലാതെ ഞാൻ വലുത് അവരെ കുഞ്ഞ് അങ്ങനെ വിചാരിക്കരുത് എന്ന് നമ്മളൊരു ഒരു ടീച്ചറായി എന്തോ ആണെന്നുള്ളൊരു ഭാവം നമുക്കൊരിക്കലും പാടില്ല. അങ്ങനെ ഒരു ഭാവത്തിൽ നിൽക്കുന്ന ടീച്ചർമാരോട് കുഞ്ഞുങ്ങൾ അടുക്കാൻ മടുക്കും. പണ്ട് നമ്മൾ ഓർമ്മയില്ലേ, മോൾക്കായിരുന്നാലും നമ്മളെ ഇഷ്ടമുള്ള ടീച്ചർമാരുടെ വിഷയങ്ങൾ പഠിക്കാനായിരുന്നില്ല ഏറ്റവും സന്തോഷം ഇല്ലേ? കുറ്റപ്പെടുത്തരുത്. നമ്മളെല്ലാവരും ടീച്ചറിനും കുറ്റമാണ്. നമ്മൾ ഫീഡ്ബാക്ക് ചോദിക്കാം. ആ ഒരു നയം മാറണം, പണ്ടത്തെ നയമല്ല. ഓക്കെ, വ്യക്തം. അടുത്ത ചോദ്യം അമൃതേനോടാണ്. പൊതുവേ അധ്യാപകർക്ക് ഈ അടുത്ത കാലത്തായിട്ട് ചർച്ചകളിലൊക്കെ വരുമ്പോഴൊക്കെ പറയുന്നൊരു കാര്യമുണ്ട്, കുട്ടികൾ ബഹുമാനിക്കുന്നില്ല, അനുസരിക്കുന്നില്ല എന്നുള്ളത്. അത് കുട്ടികളുടെ ഒരു പ്രശ്നമായിട്ട് ശരിക്കും ഒരു പരിഷ്കൃത സമൂഹം കാണരുത്. കാരണം കുട്ടികളെ വളർത്തി കൊണ്ടുവരുന്നതും അവരുടെ സ്വഭാവ രൂപീകരണത്തിലൊക്കെ വലിയ പങ്ക് അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമാണ്. പക്ഷെ എങ്കിലും ഒരു ചോദ്യം, എന്താണ് നിങ്ങൾക്ക് അധ്യാപകരോടുള്ള ഒരു ബഹുമാനക്കുറവിലേക്ക് നിങ്ങൾ എത്തുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ അത് എത്തിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെയാണ് അതിൻ്റെ ഒരു ഘടകങ്ങൾ എന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് നമുക്ക് പല ഡൈവേർഷൻസിൽ നിന്നിട്ടേ ആൻസർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഓരോ കുട്ടികളും ഈ പറയുന്ന ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരു സിറ്റുവേഷനിലേക്ക് എത്തുന്ന ഓരോ രീതിയിലാണ്. അതുപോലെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമുക്ക് ബേസിക് എറ്റിക്വേറ്റ്സ് എന്താണ്, അല്ലെങ്കിൽ ക്ലാസ് റൂം എത്തിക്സ് എന്താണെന്നുള്ളത് നമ്മുടെ ആ ഒരു രീതിയിൽ പഠിക്കുന്നില്ല. ഒരു ലെക്ചർ ബേസ്ഡ് ആയിട്ടുള്ള ട്രെയിനിങ് ആണ് നമുക്ക് കുഞ്ഞിലേ തൊട്ട് തരുന്നത്. അപ്പോൾ മോറൽ സയൻസ് എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ബുക്ക് പല സ്കൂളിലും ഉണ്ടെങ്കിൽ നമ്മളത് ഒരു പ്രാക്ടിക്കൽ ലേണിംഗ് അല്ലെങ്കിൽ ഒരു ഫോഴ്സ്ഡ് ഒബ്ലിഗേഷനാണ്. അതായത് നമ്മളാരോ നിർബന്ധിച്ച് സ്കൂളിൽ വിടുന്നു, നമ്മൾ പഠിക്കുന്നു, നമ്മൾ തിരിച്ചു പോകുന്നു. ഒരിക്കലും അത് പ്രാക്ടിക്കൽ രീതിയിലേക്ക് പലരും, ഇപ്പം എൻ്റെ ഫ്രണ്ട്സിനെ തോന്നുമ്പോഴും നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഇംപ്ലിമെൻറ്റ് ചെയ്തതായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പോൾ ഏറ്റവും റീസെൻ്റായിട്ട് നമ്മൾ എൻവയൺമെൻറ്റൽ സയൻസ് പഠിക്കുമ്പോൾ എൻവയൺമെൻറ്റൽ സയൻസിൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ചെയ്യരുത് എന്ന് നമ്മൾ പഠിക്കും. അത് കഴിഞ്ഞിട്ട് ആ ക്ലാസ് കഴിഞ്ഞിട്ട് പോയിട്ടായിരിക്കും നമ്മൾ ചിലപ്പം മുട്ടായി വാങ്ങിയിട്ട് റാപ്പർ മണ്ണിലിട്ടിട്ട് പോകുന്നത്. അപ്പോൾ ഈ തരത്തിലൊരു പ്രാക്ടിക്കൽ ലേണിംഗ് നമ്മുടെ ഇതിനകത്തില്ല. പിന്നെ ഈ ഒരു ബിഹേവിയറൽ ചേഞ്ചസിന് ഇന്ന് നമുക്ക് പല ഫാക്ടേഴ്സാണ് ഉള്ളത്. ഇപ്പോൾ ഡിജിറ്റൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് ഇൻക്രീസ്ഡ് ആണ്. അതായത് നമ്മൾ കാണാൻ പാടില്ലാത്ത കോണ്ടൻറ്റിലേക്കാണ് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു പേഴ്സണലൈസ്ഡ് എക്സ്പീരിയൻസ് അല്ല.
ഞാൻ എൻ്റെ ഏറ്റവും ചെറിയ കസിൻസ് അല്ലെങ്കിൽ കുഞ്ഞു കുട്ടികൾക്ക് നോക്കുമ്പോഴും അവർ കാണാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അവർ യൂട്യൂബിൽ കാണുന്നത്. അപ്പോൾ ഒരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഇതില്ല. അപ്പോൾ ഇവർ കാണുന്നത് എന്താണ്, ഇങ്ങനെയാണ്. അല്ലെങ്കിൽ KGF കണ്ടിറങ്ങിയാൽ പിന്നെ ഒരാഴ്ച എല്ലാവരും റോക്കി ബായ് ആയിരിക്കും, ഞാൻ ഉൾപ്പെടെ. ഞാൻ 11th പഠിക്കുമ്പോഴാണ് KGF ഇറങ്ങിയത്. ഒരാഴ്ച ഫുള്ള് ഞാൻ കണ്ണാടിയുടെ ഫ്രണ്ടിൽ റോക്കി ബായ് ആയിരുന്നു. അത് എല്ലാവരും കണ്ണാടിയുടെ ഫ്രണ്ടിൽ നിർത്തിയിട്ട് പോയില്ല. ചിലരത് ഇപ്പോൾ ക്ലാസ്സിൽ വന്ന് ബോയ്സ് ആണെങ്കിൽ അത് ഭയങ്കരമായിട്ട് അത് ഫൈറ്റിലേക്ക് എത്തും ഇങ്ങനത്തുള്ള ഫിലിംസ് കഴിയുമ്പോൾ. അപ്പം ഇങ്ങനൊരു വയലൻറ്റ് നേച്ചർ എന്ന് പറയുന്നത് ഒരു ഹീറോയിസത്തിൻ്റെ വേറൊരു ഫേസ് ആയിട്ട് ഇപ്പോൾ പലപ്പോഴും മീഡിയയിലൂടെ ഒരു എന്താ പറയുക എക്സ്പോസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതല്ല, ഈ റെസ്പെക്റ്റ് അതൊന്നും അല്ല. ഹീറോയിസം ഇസ് ലൈക്ക് വയലൻറ്റ് ഫിഗർ. ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് നമുക്കിപ്പോൾ ഇന്നത്തെ കാലത്ത് ഭയങ്കരമായിട്ട് വലിയ രീതിയിൽ ബിൽഡ് ചെയ്ത് വരുന്നുള്ളത് ഒരു ഫാക്ടറാണ്. അതുപോലെ ടീച്ചേഴ്സിൻ്റെ അടുത്തുള്ള റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്ത് നിന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു അപ്രോച്ച് ഉണ്ട്. അത് നമുക്ക് പലപ്പോഴും കിട്ടാതാവുമ്പോഴാണ് കുട്ടികൾ ഈ രീതിയിൽ പോകുന്നത്. ഇപ്പം എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് ഞാനും തമ്മിലുള്ള ഒരു ആള് പഠിത്തത്തിൽ അത്ര മുന്നിലോട്ടല്ല. അപ്പം ഞാനും ആളും സ്കൂളിലെ എല്ലാ കാര്യങ്ങൾക്കും ക്രൈം പാർട്ട്നേഴ്സാണ്. അതായത് ബാക്ക് ബെഞ്ചിലിരുന്ന് ചിപ്സ് തിന്നുന്നതിന് ക്ലാസ്സിൽ നിന്ന് പുറത്താക്കുമ്പോൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച്, അത് എന്താ പറയുക, ഹോംവർക്ക് എഴുതാത്തതിന് ഒരുമിച്ച് പുറത്ത്. അപ്പോഴൊക്കെ പക്ഷെ ഞങ്ങൾ രണ്ടുപേരുടെ രണ്ട് രീതിയിലുള്ള അപ്രോച്ചാണ് ടീച്ചേഴ്സ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ അവളോട് എന്താ പറയുക, ക്ലാസ് റൂമിൽ പബ്ലിക്കായിട്ട് ടീച്ചേഴ്സ് പറയും, ഞാൻ അവളെ പറ്റിച്ചിട്ട് പോവും, നീ ഇങ്ങനെ നിന്ന് ലാസ്റ്റ് അവൾ ഒന്നും അല്ലാണ്ടായി തീരും എന്ന് എൻ്റെ ഫ്രണ്ടിനോട് പറയുമായിരുന്നു. അപ്പം ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന എനിക്കത് ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. പക്ഷെ ആൾ കുറച്ചുകൂടെ ഒരു പൊളൈറ്റ് ബിഹേവിയറാണ്, ആളതിന് തിരിച്ചൊന്നും പറയാറില്ല. പക്ഷെ അവൾ അതിനൊരു സ്വീറ്റസ്റ്റ് ആയിട്ടുള്ള വേയിലാണ് അവൾ അതിൻ്റെ റിവെഞ്ച് എടുത്തത്. അവൾ തിരിച്ച് പറഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അവളാണ് ഇപ്പം ഇന്ന് എനിക്ക് 19 വയസ്സുണ്ട്. അവളുടെ ഒരു പാഷൻ എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ നമ്മുടെ കൺവെൻഷണൽ എഡ്യൂക്കേഷനിൽ താല്പര്യം ഉണ്ടായിരുന്ന ആളല്ല. ആളുടെ രീതിയിൽ പോയി ഇന്ന് ആളുടെ ഫാമിലി നോക്കുന്നത് ആളാണ്. 19-ാം വയസ്സിൽ ഞാനിപ്പോഴും ഈ പറയുന്ന കൺവെൻഷണൽ എഡ്യൂക്കേഷൻ സീക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ ആഗ്രഹങ്ങൾ നടത്തുന്നു. അവളുടെ പേരൻസിനെ പോലും ഇന്ന് നോക്കുന്നത് അവളാണ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഈ പറയുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് അപ്പുറത്തേക്കൊരു ഡൈമെൻഷൻ ഉണ്ട്. പല കുട്ടികൾക്കും പല രീതിയിലുള്ള താല്പര്യങ്ങളാണ്. ഇപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതുപോലെ ആൾക്ക് ഈ പറയുന്ന പോലെ ഇങ്ങനത്തെ വിദ്യാഭ്യാസത്തിലൊന്നും താല്പര്യമില്ല. മറ്റൊരു ഇപ്പോൾ ഫാഷൻ മോഡലിംഗ്. അപ്പോൾ അത് പറയുമ്പോൾ ആൾ ഭയങ്കരമായിട്ട് ഡിസ്കറേജ് ചെയ്യുക, ഇതൊന്നും അല്ല ലൈഫ്, ഇത് കുറേ കഴിയുമ്പോൾ റിയലൈസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ എന്താ, നമ്മളെ മനസ്സിലാക്കാനുള്ളൊരു സ്പേസ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നില്ല എന്ന്. അതുമാത്രമല്ല, പ്രോബ്ലം സോൾവിങ്ങിൻ്റെ കപ്പാസിറ്റി ഒന്നും നമ്മൾ പലപ്പോഴും നമ്മുടെ എഡ്യൂക്കേഷൻ ബിൽഡ് ചെയ്യുന്നില്ല. നമ്മളെപ്പോഴും ഒരു സുഗമമായ യാത്രയാണ് നമുക്ക് 1-ാം ക്ലാസ് തൊട്ട് അങ്ങോട്ട് വരുമ്പോൾ. ഒരു ബുദ്ധിമുട്ടുകളും കുട്ടികൾ അറിയണ്ട, എല്ലാം നമ്മൾ അറേഞ്ച് ചെയ്യാം. നിങ്ങളുടെ ആകെയുള്ള ഉത്തരവാദിത്തം പഠിക്കുക എന്നുള്ളതാണ്. പക്ഷേ എൻ്റെ കോൺസെപ്റ്റിൽ അങ്ങനെയല്ല. പഠിക്കുക മാത്രമല്ല, ഒരു ശാന്തമായ സമുദ്രത്തിനൊരു സമർത്ഥനായ നാവികനെ സൃഷ്ടിക്കാൻ കഴിയില്ല എന്ന് എൻ്റെ അമ്മ പറയും. അപ്പോൾ എൻ്റെ പേരൻസ് എന്ന് പറയുന്നത്, എൻ്റെ പേരൻസ് അക്കാഡമിക്സിന് ഒരു താല്പര്യവും കൊടുക്കാത്ത രണ്ടുപേരാണ്. മോഡൽ എക്സാം ആണമ്മേ, ആണോ, ആ ശരി. അല്ലെങ്കിൽ റിസൾട്ട് വന്നു, ആണോ, ആ ശരി. ജയിച്ചോ എന്ന് പോലും എന്നോട് ചോദിക്കാറില്ല. അപ്പോൾ ഈ അക്കാഡമിക് പ്രഷറും ഫിയർ ഓഫ് ഫെയിലിയറും ഭയങ്കരമായിട്ട് ഇന്നത്തെ ഈ പേരൻറ്റലിൻ്റെ സൈഡിൽ നിന്നുണ്ട്, ടീച്ചേഴ്സിൻ്റെ സൈഡിൽ നിന്നുമുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വരുമ്പോഴത്തേക്കും ഇവരെന്താ പറയുക, ഇവർക്കത് ചിന്തിക്കണം അല്ലെങ്കിൽ മാറണം, അങ്ങനെയല്ല. നമ്മളിങ്ങനെ ഒരു പ്രഷർ പിടിച്ച് നമ്മളൊരു പുകയുടെ പുറത്തിരുത്തുക. അതിന്ന് +2 വരെ ഇങ്ങനെ നമ്മൾ ഈ പഠിക്കുന്ന കാലത്ത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തും ചെയ്യാലോ എന്നുള്ള രീതിയാണ്. അപ്പോൾ ആ സമയത്ത് നമുക്ക് വേറെ ഒന്നിനുള്ള സ്പേസ് കിട്ടുന്നില്ല. അത്തരത്തിൽ നമ്മുടെ കോൺഫിഡൻസ് കളഞ്ഞ് നമ്മളെ വളരെ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു എക്സ്പീരിയൻസ് പറയാനുണ്ടാവുമോ? നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ തന്നെ ഒരു പക്ഷേ നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്ത അത് ഈ ടീച്ചേഴ്സിൻ്റെ ഫേവറിറ്റിസം അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് അപ്രോച്ച് ഒരുപാട് എന്നെ വിഷമിപ്പിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഞാൻ ഒരു പെർട്ടിക്കുലർ ടീച്ചറുണ്ട്, ആളുടെ അടുത്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ആൾക്ക് എൻ്റെ അടുത്തൊരു ഡിഫറെൻ്റ് അപ്രോച്ചാണ്. ഞാൻ ടെക്സ്റ്റ് നോക്കിയാൽ മുഖത്ത് നോക്കിയില്ല എന്ന് പറഞ്ഞ് പുറത്താക്കും, ഞാൻ മുഖത്ത് നോക്കിയാൽ ടെക്സ്റ്റ് നോക്കിയില്ല എന്ന് പറഞ്ഞ് പുറത്താക്കും. അപ്പോൾ ഇങ്ങനെ എന്താ റീസൺ എന്നറിയില്ല. അതുപോലെ നെപ്പോ കിഡ്സിൻ്റെ അടുത്ത് കളിക്കാൻ പോകരുത്, ടീച്ചേഴ്സിൻ്റെ മക്കളുടെ ഓപ്പോസിറ്റ് നമ്മൾ വരികയാണെങ്കിൽ എന്തായാലും നമ്മൾ എന്തെങ്കിലും ഒരു റീസൺ പറഞ്ഞ് ക്ലാസ്സിൽ നിന്ന് പുറത്താവുന്നുള്ളൊരു സ്ഥിതി പല കുട്ടികൾക്കും ഉണ്ടായിട്ടുണ്ട്.
അപ്പോൾ ഈ ഫേവറിറ്റിസം വരുമ്പോൾ നമുക്ക് ഓബിയസ്ലി ആ ടീച്ചറിനോട് ഒരു സങ്കടം. കാരണം ഇപ്പം ദീജ ടീച്ചറിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ ദീജ ടീച്ചർ എൻ്റെ നാട്ടിലെ സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ ടീച്ചറിനെ കുറിച്ച് പറയുമ്പോൾ ഇത്രയും നല്ലൊരു ടീച്ചർ വേറെ ലൈഫിൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞ ഒരുപാട് കുട്ടികളുണ്ട് എൻ്റെ അടുത്ത്. പക്ഷേ എല്ലാ ടീച്ചേഴ്സും ആ ഒരു ലെവലിലേക്ക് എത്തുന്നില്ല. പലപ്പോഴും നമ്മളുടെ അടുത്ത് ഒരു ഫേവറിറ്റിസം അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് അപ്രോച്ച് കാണിക്കുന്നത് ഭയങ്കര പെയിൻഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ട്. ഓക്കെ, ദീജ ടീച്ചറിലേക്ക് തന്നെയാണ് അടുത്ത ചോദ്യം വരുന്നത്. അതായത് നമ്മൾ ഒരു മിഡിൽ ക്ലാസ് സൊസൈറ്റി ആണല്ലോ, അർബൻ റൂറൽ ഡിവൈഡ് ഇല്ലാതെ നമ്മൾ പോവുക. എല്ലാ തരത്തിലുള്ള റിസോഴ്സസുകളും നമുക്ക് ലഭ്യമാണ്. വലിയ രീതിയിലെ സാമൂഹിക അരക്ഷിതാവസ്ഥകൾ നമുക്കില്ല, യുദ്ധങ്ങളില്ല, വലിയ രീതിയിലുള്ള പ്രകൃതി പ്രശ്നങ്ങളില്ല. അപ്പം എല്ലാവരും ഒരു സേഫ് സോണിലാണ്. പോരാത്തതിന് നമ്മുടെ പുതിയ തലമുറ മക്കൾ വരുമ്പം നമുക്ക് കിട്ടിയതിനേക്കാളും കൂടുതൽ ബെസ്റ്റായിട്ടുള്ളത് അവർക്ക് കിട്ടണം എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അപ്പം എന്തും നേടിക്കൊടുക്കുക, എന്ത് ചോദിക്കുന്നതും വാങ്ങിക്കൊടുക്കുക, ഒന്നിനോടും നോ പറയാതിരിക്കുക എന്നുള്ള രക്ഷിതാക്കളുടെ ഒരു സമീപന രീതി, വിദ്യാർത്ഥികളോടുള്ള ആ ഒരു സമീപന രീതി, മക്കളോടുള്ള സമീപന രീതി അധ്യാപകർക്ക് ബാധ്യതയാവാറുണ്ടോ? അതായത് പിന്നെ അവർ സ്കൂളിലേക്ക് എത്തുമ്പം ഏറ്റവും അധികം നോകൾ കേൾക്കുന്നതും ഉപദേശങ്ങൾ കേൾക്കുന്നതും തിരുത്തലുകൾക്ക് വിധേയമാകുന്നതും ഒക്കെ ടീച്ചർമാരുടെ അടുത്തുനിന്നാണ്. അപ്പം ആ തരത്തിൽ ടീച്ചർ ഒരു ശത്രുപക്ഷത്തേക്ക് മാറിപ്പോകുന്നതിൽ ഈ രക്ഷിതാക്കളുടെ സമീപന രീതിക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? ആദ്യം ഞാൻ മോള് പറഞ്ഞതിന് മറുപടി പറഞ്ഞു തുടങ്ങാം. ഒരു ടീച്ചർ എന്ന നിലയിൽ ഞാൻ വിശ്വസിക്കുന്നത് നമ്മുടെ കുട്ടികൾ പറയുന്നത് എല്ലാം കേൾക്കാനുള്ളൊരു നല്ലൊരു കേൾവിക്കാരനാവണം ഒരു ടീച്ചർ. തോന്നുന്നില്ലേ അങ്ങനെ? എനിക്ക് ഇന്നത് ടീച്ചറിനോട് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കതിന് പരിഹാരം കിട്ടും എന്നുള്ളൊരു കേൾവിക്കാരനാവണം. പിന്നെ അതോടൊപ്പം തന്നെ നമ്മൾ പറയുന്നത് കുട്ടികൾ കേൾക്കും എന്നൊരു തലത്തിലേക്കുള്ളൊരു മാനസിക അടുപ്പം, ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ഞാനും എൻ്റെ മുന്നിൽ നിൽക്കുന്ന മോനും അല്ലെങ്കിൽ മോളും തമ്മിൽ ഉണ്ടാക്കിയെടുക്കാൻ ഒരു അധ്യാപകൻ നിർബന്ധിതനാണ്. തീർച്ചയായും അതൊരു അധ്യാപകൻ്റെ ഡ്യൂട്ടി തന്നെയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എങ്കിൽ മാത്രമേ അമ്മയോടും അച്ഛനോടും പറയാത്ത കാര്യങ്ങളെല്ലാം അവർ വന്ന് നമ്മളോട് പറയാനും അതുവഴി അവരെ മറ്റ് അപകടങ്ങളിലേക്കൊന്നും ചെന്ന് വീഴാതെ നമുക്ക് കൈപിടിച്ചുയർത്താൻ തീർച്ചയായിട്ടും സാധിക്കുകയുള്ളൂ. പിന്നെ ഒരിക്കലും ഒരു 95% അധ്യാപകർക്കും ഒരു പാർഷ്യാലിറ്റി ആയിട്ട് കാണിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. കുട്ടികൾക്ക് അങ്ങനെ തോന്നുന്നു. ഇപ്പോൾ മോള് പറഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു. നമ്മുടെ വീട്ടിൽ മക്കൾ നമ്മളോട് പറയാറുണ്ട്, മൂത്ത ആളിനോട് ഇഷ്ടം, ചേട്ടനോട് ഇഷ്ടം, എനിക്ക് അമ്മയ്ക്ക് എന്നോട് ഇഷ്ടമില്ല. നമ്മൾ പാരൻസ് എപ്പോഴും കേൾക്കുന്നതാണ്. ഇനി ഇവിടെ ഇരിക്കുന്ന മക്കളും തിരിച്ച് പാരൻസിനോട് പറയും. ഞാനും പറഞ്ഞിട്ടുണ്ട്. തിരിച്ചിപ്പോൾ ഞാൻ ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറ്, എൻ്റെ മക്കൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട്, അയ്യോ അന്ന് പറഞ്ഞത് എത്രയോ തെറ്റായിപ്പോയി. ഒരിക്കലും ഒരു പാരൻസിന് ഇതേപോലെ 2 കുട്ടികളെ 2ആയിട്ട് കാണാനുള്ളൊരു തോന്നലുണ്ടാവില്ല. ഇതേ അവസ്ഥ തന്നെയാണ് ടീച്ചേഴ്സിന്. ഒരിക്കലും നമ്മുടെ മുന്നിൽ നിൽക്കുന്ന കുട്ടികളെ 2ആയിട്ട് കാണാനുള്ള ഒരു കാഴ്ചപ്പാടില്ല. ഇനി മകൾ എന്തെങ്കിലും അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ടീച്ചറിനോട് തന്നെ, ടീച്ചർ എന്താ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായത് എന്ന് തീർച്ചയായിട്ടും ചോദിക്കാം. ഇനി ഞാൻ ആ ചോദ്യത്തിലേക്ക് വരാം. നോ എന്ന് നമ്മളിപ്പോൾ നമ്മളുടെ മക്കൾ നമ്മളോട് വന്ന് പറയാനുള്ള സാഹചര്യം, കാരണം ഈ പറഞ്ഞതുപോലെ നമ്മൾ അനുഭവിക്കാത്ത കാര്യങ്ങളെല്ലാം നമ്മുടെ കുട്ടികൾക്ക് വാങ്ങിച്ചു കൊടുക്കണം. അവൻ നല്ലതാവണം, അവൻ വലിയ സ്കൂളിലാണ് പഠിക്കുന്നത്, അതുകൊണ്ട് അവിടെയുള്ള കുട്ടികളെല്ലാം ആയിരിക്കുന്നത് പോലെ എൻ്റെ കുട്ടി ആവണമെങ്കിൽ ഞാൻ നന്നായിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം അവന് മാമനോ അല്ലെങ്കിൽ ആരെങ്കിലും ഗൾഫിൽ നിന്ന് വരുന്നപ്പോൾ ഒരു ഫോൺ വാങ്ങിച്ചു കൊടുത്തു. iPhone 15 തന്നെ ആയിക്കൊള്ളട്ടെ. അത് കഴിഞ്ഞ് അവൻ അടുത്ത ദിവസം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ഈ വിവരങ്ങൾ പറയുന്നു. അപ്പോൾ വേറൊരു കൂട്ടുകാരൻ പറയുന്നു, ഇല്ല എൻ്റെ iPhone 16 ഇരിക്കുന്നു, അതിൻ്റെ ഫീച്ചേഴ്സിന് ഇന്നതാണ് എന്നവൻ പറയുന്നു. നേരെ അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ മാമനോ വളരെ സന്തോഷത്തോടു കൂടി വാങ്ങിക്കൊടുത്ത ആ ഫോണിനേക്കാൾ പ്രസക്തി കൂട്ടുകാരൻ പറഞ്ഞ വാക്കിന് കൊടുക്കുകയും എനിക്കിത് വേണമെന്ന് വാശി പിടിക്കുകയും ചെയ്യുന്നു. വീണ്ടും നമ്മൾ പാരൻസോടെ നിർബന്ധിതരാകുകയാണ്. കുട്ടിയെയും കൊണ്ട് വൈകുന്നേരം അവൻ വേറൊരു ഓഫറും കൂടെ വയ്ക്കുന്നു. ഈ മാമൻ വാങ്ങിത്തന്ന ഫോൺ നമ്മൾ കടയിൽ കൊടുക്കുകയാണെങ്കിൽ അതിൽ വിൽക്കുമ്പോൾ അധികം പൈസ നഷ്ടമാവില്ല. നമ്മൾ കുട്ടിയെയും കൊണ്ട് സ്കൂളിൽ ഫോൺ കടയിലേക്ക് പോകുന്നു, വാങ്ങിക്കൊടുക്കുന്നു. ഇവിടെയാണ് നമ്മൾ ഇടേണ്ട ഒരു അതിർത്തി നമ്മൾ എപ്പോഴുമൊക്കെ മറന്നു പോകുന്നു പേരൻസ്. നമ്മൾ അവിടെ ഒരു അതിർത്തി ഇട്ടിരുന്നെങ്കിൽ, മോനെ അതങ്ങനെയാണ്, അതല്ലേ നല്ലത്, ഇങ്ങനെ ചെയ്താൽ ഇങ്ങനെയല്ലേ എന്നിങ്ങനെ ഒരു അതിർത്തി നമ്മൾ ഇട്ടിരുന്നെങ്കിൽ
ഒരുപക്ഷേ കുട്ടി മറ്റൊരു ചോദ്യത്തിലേക്ക് അവിടെ ചോദിക്കില്ലായിരുന്നു. ഇതേ പ്രശ്നമായി മോൻ സ്കൂളിലേക്ക് വരുന്നു. സ്കൂളിലേക്ക് വരുമ്പോൾ ധാരാളം പ്രശ്നങ്ങൾ കാണിക്കുന്ന അരുതുകളെ അരുതെന്ന് അവിടെ അധ്യാപകൻ പറയുമ്പോൾ അവനൊരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുകയില്ല. അവിടെയാണ് അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിലുള്ള ബന്ധം ഇടയ്ക്കെങ്കിലും മുറിഞ്ഞു പോയതായി നിങ്ങൾക്ക് തോന്നുന്നത്. ഒരാൾ തെറ്റിലേക്ക് വരുത്തി വീഴുമ്പോൾ മോളെ അതങ്ങനെയല്ല, അതങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ പ്രശ്നമാണ്. നമ്മൾ പണ്ട് പറയാല്ലേ, അടിച്ചു വളർത്താത്ത കുട്ടിയും അടച്ചു വയ്ക്കാത്ത കറിയും ഒരുപോലെയാണ് എന്ന് നമ്മുടെയൊക്കെ പാരൻസ് പഴയ കാലത്ത് പറയാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എന്താണ്, കുട്ടിക്ക് ഒരു അതിർത്തി, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയേണ്ടത് പറഞ്ഞു കൊടുത്തും ശിക്ഷണങ്ങൾ കൊടുക്കേണ്ടത് കൊടുത്തും തിരുത്തേണ്ടത് തിരുത്തിയും പോകുമ്പോഴാണ് അവനെ ഒരു നല്ല രീതിയിലേക്ക് എത്തുന്നത്. പാരൻസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന ഈ നോ പറയാതിരിക്കുന്നത് ടീച്ചേഴ്സിന് മാത്രമല്ല, അത് സമൂഹത്തിനും നമ്മുടെ മക്കൾക്കും ദോഷകരമായി തന്നെ ബാധിക്കുമെന്നൊരു സത്യം കൂടി ഞാൻ പറയട്ടെ. നിർമ്മല ടീച്ചർ, ഇപ്പം നമ്മൾ ഈ അടുത്ത് എറണാകുളത്ത് ഒരു കുട്ടി മിഹിർ എന്ന് പറഞ്ഞിട്ട് റാഗിങ്ങിന് വിധേയമായിട്ടുള്ളൊരു വാർത്ത നമ്മൾ കണ്ടു. റാഗിങ് അല്ല, കുട്ടി മരിച്ചു. അതിക്രൂരമായിട്ടുള്ള രീതിയിലാണ് ആ കുട്ടി അറ്റാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അതും സഹപാഠികളാണ്. ക്ലോസറ്റിൽ മുഖം അഴുത്ത്, അങ്ങനെ പല രീതിയിൽ നമുക്ക് പറയുമ്പോൾ തന്നെ ആലോചിക്കുമ്പോൾ തന്നെ സങ്കടം വരുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള വിവേചനങ്ങൾ. നമ്മുടെ കുട്ടികൾ വല്ലാതെ അങ്ങോട്ട് ദയാരഹിതരാകുന്നു എന്നുള്ളൊരു ഒരു ചിന്ത ഉള്ളിലേക്ക് വരിക ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ കോവിഡ് അനന്തരം കുട്ടികൾ ഏതൊക്കെ രീതിയിൽ അവരുടെ സൈക്കോളജീനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോഴും കുട്ടികൾ അക്യൂസ് ചെയ്ത് പോകുന്ന രീതിയിൽ, അതായത് ഒരു കുട്ടി ദയാരഹിതനാകുന്നുണ്ടെങ്കിൽ അത് ആ കുട്ടിയുടെ മേലേക്ക് ബ്ലെയിം ചെയ്യാതെ അതിലേക്ക് മാത്രം ഒതുക്കാതെ അതിലെ ആ ഒരു പ്രോബ്ലത്തിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്ത് പരിഹരിക്കുക എന്ന് പറയുന്നൊരു സംഗതി ഉണ്ടല്ലോ. നമ്മൾ തിരുത്തൽ ശക്തിയാണല്ലോ ആവണ്ടല്ലോ കുട്ടികളുടെ കാര്യത്തിൽ, കുറ്റപ്പെടുത്തുന്നതിനപ്പുറം. അപ്പം ഈ കോവിഡിന് ഇതിൽ വല്ല പങ്കുണ്ട്? ടീച്ചർക്ക് എന്താ തോന്നുന്നത്? എന്തുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ഇത്ര ദയാരഹിതരായിട്ട് ഇവർ പെരുമാറുന്നത്? സാഹചര്യം എന്തുകൊണ്ട് ഉടലെടുത്തു? ഇതിൽ രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ദയാരഹിതമായ പെരുമാറ്റവും കോവിഡും തമ്മിലൊരു ബന്ധത്തിനേക്കാൾ എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ തോന്നുന്നത് കുട്ടി എന്തുകൊണ്ടാണ് ദയാരഹിതയായി പെരുമാറാൻ കാരണം. അതിന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, കുഞ്ഞ് ജനിച്ച് വന്നപ്പോൾ പ്യുവറായിട്ടാണ് വന്നത്. നമ്മുടെ മാതാപിതാക്കൾ കുട്ടിയെ എപ്പോഴും കമ്പയർ ചെയ്താണ് വളർത്തുന്നത്. മറ്റേ കുട്ടിയെക്കാളും തോൽപ്പിക്കണം, ആ കുട്ടി ഒരു ശത്രുവായി കണ്ട്, അതായത് മാർക്ക് വാങ്ങിക്കുമ്പോഴും ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കും നമ്മളുടെ കുട്ടി വേറിട്ട് നിൽക്കണം എന്ന് ഒരു അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്നു. അത് ശരിയായ നടപടിയല്ല. ഇപ്പോൾ നമ്മൾ ശാന്തിനികേതനിൽ എല്ലാ മക്കൾക്കും ഒരു സിംഗിൾ ഐറ്റം കൊടുക്കുന്നതിനേക്കാളും നമ്മൾ പഠിപ്പിക്കേണ്ടത് ഒരു സംഘ നൃത്തം. ഉദാഹരണം ഞാൻ പറയുകയാണ്, സിംഗിൾ ഡാൻസിനേക്കാളും ബാക്കിയുള്ളവരോടൊപ്പം നമ്മൾ ചവിട്ടി അവരുടെ കൂടെ ഒപ്പം നിർത്താനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. അല്ലാതെ റാങ്ക് വാങ്ങിക്കുമ്പോൾ ഒരു ശത്രുതാ മനോഭാവം അറിഞ്ഞോ അറിയാതെയോ കുട്ടിയിൽ ഡെവലപ്പ് ചെയ്യാൻ കാരണം നമ്മൾ മാതാപിതാക്കൾ തന്നെയാണ്. എപ്പോഴും ഒരു താരതമ്യ പഠനമാണ്. മാതാവ് എപ്പോഴും മാർക്ക് കുറയുമ്പോൾ പറയാറുണ്ട്, ഓഫീസിൽ ഞാൻ എങ്ങനെയാണ് ഫേസ് ചെയ്യുക. അവിടെയും നമ്മൾക്കാണ് കുഴപ്പം. ഓരോ കുഞ്ഞിൻ്റെ കൊച്ചു കൊച്ചു വിജയത്തെയും ഓരോ പരീക്ഷയുടെ വിജയത്തെയൊന്നും വലിയ ആഡംബരമായി കൊണ്ടാടേണ്ട കാര്യം ഇല്ല. അതായത് നമ്മളുടെ പരാജയത്തെ നമ്മൾ എങ്ങനെയാണ് നേരിടേണ്ടത്. ഒരു കുട്ടിയെ ശത്രുവായി കാണാൻ നമ്മൾ പാടില്ല. അത് വീട്ടിൽ നിന്നേ ഉണ്ട്. അതായത് നമ്മുടെ വീട്ടിൽ തന്നെ സഹാനുഭൂതി, നമ്മുടെ വീട്ടിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നവരോടും, അതായത് വലിപ്പ ചെറുപ്പം സ്ഥാനമാനം കണ്ടല്ല നമ്മൾ ബഹുമാനിക്കേണ്ടത്, സ്നേഹിക്കേണ്ടത്. നമുക്ക് നമ്മുടെ സഹായം വരുന്നവരെ നമ്മൾ നല്ല രീതിയിൽ പെരുമാറണം. ഞാൻ ചോദിച്ചത് എന്താണെന്നറിയോ ടീച്ചർ, അതായത് ഓരോ കുട്ടികൾക്കും ഉണ്ടാകുന്ന വ്യത്യസ്ത ജീവിത സാഹചര്യങ്ങൾക്കപ്പുറത്ത് കോവിഡ് സൃഷ്ടിച്ച ഒരു സാമൂഹിക അന്തരീക്ഷം ഉണ്ടല്ലോ. കൂടുതൽ സോഷ്യലി അവർ ആളുകളുമായിട്ട് പിയർ ഗ്രൂപ്പുമായിട്ട് ഇടപഴകാൻ പറ്റാത്ത അവസ്ഥ, പരസ്പരം പങ്കുവെച്ചിട്ടുള്ള സ്നേഹവും സഹാനുഭൂതിയും പഠിക്കാൻ പറ്റാത്ത അതിൻ്റെ ഒരു ആബ്സെൻസ്, ഇതൊക്കെ ഇതിനെ സ്വാധീനിച്ചിട്ടുണ്ടാകുമോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇൻഡിവിജ്വൽ ആയിട്ട് ഈ വിഷയത്തിനെ നമ്മൾ കാണാതെ അതിനൊരു സാമൂഹിക അന്തരീക്ഷത്തിൽ തന്നെ പ്രശ്നമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഐഡന്റിഫൈ ചെയ്യേണ്ടതെന്നാണ് ചോദിച്ചത്. കോവിഡ് കഴിഞ്ഞ് വന്നപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരു സഭാകമ്പം ഉണ്ടായിരുന്നു. അവർ സ്കൂളെ കണ്ടിട്ടില്ല. ആൾക്കാരുമായിട്ട് സാമൂഹികമായി എങ്ങനെ ഇടപഴകണം എന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് അറിയില്ല. മാത്രമല്ല ടീച്ചർമാർക്കായിരുന്നാലും നമ്മളിപ്പോൾ ഒരു കുഞ്ഞിനെ പാഠവിഷയം പഠിപ്പിക്കുമ്പോൾ അവർ പഠിക്കുന്നത് അവരുടെ മുഖഭാവങ്ങളുടെ വ്യത്യസ്ത ചലനങ്ങൾ കണ്ടാണ് നമ്മുടെ അധ്യാപകൻ മനസ്സിലാക്കുന്നത് മനസ്സിലായോ ഇല്ലയോ എന്ന്. അതൊന്നുമേ ഇല്ല. അപ്പോൾ നമ്മൾക്കത് വെളിയിൽ പറഞ്ഞുകൂടെങ്കിലും ഞങ്ങൾക്ക് തന്നെ ഒരു ഭാരിച്ച ചുമതലയായിരുന്നു കുഞ്ഞുങ്ങളുടെ സ്വഭാവത്തെ നിയന്ത്രിച്ചു കൊണ്ടുവരിക. ഇപ്പോൾ നമ്മൾക്ക് തന്നെയായിരുന്നാലും ആത്മസംഘർഷങ്ങൾ ഉണ്ടായിരുന്നു, അധ്യാപകനും മാതാപിതാക്കൾക്കും കുട്ടികൾക്കും എല്ലാം. കാരണം വെളിയിൽ പോകാൻ പറ്റുന്നില്ല. പല 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 ചുറ്റുപാടുകളിൽ നിന്ന് സ്വയം സംഘർഷമായ ഒരു അന്തരീക്ഷത്തിൽ തന്നെയാണ് വന്നത്. അത് അവരെ ഹാനികരമായി ബാധിച്ചു.
പക്ഷേ അതിനെയെല്ലാം നമ്മൾക്ക് എപ്പോഴും ഒരു ശുഭാപ്തി വിശ്വാസം വരണമല്ലോ. ഇതുകൊണ്ടാണ് വന്നു എന്ന് നമ്മൾ ഒരിക്കലും ഉള്ളാലെ പറഞ്ഞുകൂടാ. കുട്ടികളെ നേർവഴിക്ക് കൊണ്ടുവരേണ്ട ചുമതല നമുക്ക് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ഓരോരുത്തർക്കും പ്രത്യേകം കൗൺസിലിംഗ് വിളിച്ച് സംസാരിച്ച് പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ അക്രമാസക്തമായ കുട്ടികളുടെ പെരുമാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ കണ്ട് അവരെ പ്രത്യേകം വിളിച്ച്, ഇപ്പോൾ ഓരോ കുഞ്ഞിനെയും വ്യത്യസ്തമായ വ്യക്തിത്വങ്ങളായിരിക്കും. ഓരോ അസുഖം വരുമ്പോഴും അതുപോലെ അസുഖത്തിൻ്റെ ലക്ഷണങ്ങളും വേറെ. അപ്പോൾ നമ്മൾ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളെ മാറി വിളിച്ച് കൗൺസിൽ ചെയ്ത് അത് ശരിയാക്കി കൊടുക്കും. അത് മാത്രമല്ല, നമ്മൾ ഇത്തരം കുട്ടികൾ ഐഡന്റിഫൈ ചെയ്യുമ്പോഴേ കൂടുതൽ അക്യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നു, ആ കുട്ടീനെ മാറ്റി നിർത്തുന്ന രീതിയിലേക്ക് പോകുന്നു എന്നുള്ളൊരു രീതി കൂടി ഇല്ലേ? വല്ലാതെ പ്രജുഡിസ്ഡ് ആവുന്നില്ല, അല്ലെ മാറ്റി നിർത്തപ്പെടേണ്ടതാണ് എന്നുള്ള ഒരു പ്രതീതി സ്വീകാര്യതയിലല്ല കുട്ടി കിട്ടുന്നത്. ആ കുട്ടി മാറ്റപ്പെടാനുള്ളൊരു സാഹചര്യം ഉണ്ടാവുന്നുണ്ട്. ഞാനൊന്ന് തെളിയിച്ച് പറഞ്ഞു തരട്ടെ. അതൊരു വലിയ പ്രശ്നമാണ്. ഇപ്പോൾ നമ്മൾ ചെറുതിലേ തന്നെ ഇപ്പോഴിപ്പോൾ ആർക്കും പരാജയം ഇല്ലല്ലോ, എല്ലാവരെയും ഓൾ പാസ് എന്നുള്ള രീതിയിൽ കൊണ്ടുവരികയാണ്. അങ്ങനെ കൊണ്ടുവരുന്നതിൻ്റെ ഒരു പോരായ്മ എന്തെന്ന് പറഞ്ഞിരുന്നാൽ, ശിശു കേന്ദ്രീകൃത വിദ്യാഭ്യാസം വന്നല്ലോ, അവിടെ തന്നെ എല്ലാ ശിശുവിനെ കേന്ദ്രീകരിച്ചാണ് നമ്മൾ കൊണ്ടുവരുന്നത്. നമ്മൾക്കും കുറേ കുറവുകളുണ്ട്. ഇപ്പോൾ നമ്മൾ ജലദോഷം വരുമ്പോൾ, പനി വരുമ്പോൾ നമ്മൾ മാറ്റി നിർത്തിയല്ലേ അസുഖം കൊണ്ടുപോകുന്നത്. ഇതുപോലെ തന്നെയാണ് മാനസികമായ പ്രയാസം വരുമ്പോഴും. വ്യത്യാസം എന്തെന്ന് പറഞ്ഞാൽ, ശാരീരികമായ അസുഖങ്ങൾ വരുമ്പോൾ നമുക്കത് കാണാം, പക്ഷേ മനസ്സിന് മുറിവേൽക്കുമ്പോൾ നമുക്ക് എടുത്തു വെച്ച് കാണിക്കാൻ പറഞ്ഞു കൊടുക്കുന്നില്ല. ശാരീരികമായ ഒരു ഫ്രാക്ചർ വരുമ്പോൾ വളരെ ഗൗരവത്തോടെയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. ഇതുപോലെ തന്നെയാണ് അക്രമാസക്തമായി പെരുമാറുമ്പോൾ ആ കുഞ്ഞിനെ മാറ്റി നിർത്തി ചികിത്സ കൊടുക്കണം. കാരണം നമ്മൾ പറയുന്നത് വ്യത്യസ്ത രീതിയിലാണ് പെരുമാറുന്നത്. കുഞ്ഞിന് സ്വകാര്യമായ ചികിത്സ നടത്തിയേ മതിയാവുള്ളൂ, അല്ലാതെ അതിനെ ഒരു അതിനുള്ള സമയവും സാഹചര്യവും ഇപ്പൊ അധ്യാപകർക്കുണ്ടോ? അവർക്ക് ഒരുപാട് റോൾസ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അധ്യാപകർ ചെയ്യണം എന്നല്ല ഞാൻ പറഞ്ഞത്. അതിനുള്ള പക്വതയും ശിക്ഷണ നടപടികൾ അധ്യാപകർക്കില്ല. കൗൺസിൽ ചെയ്യണമെങ്കിൽ നമ്മൾ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി അധ്യാപകർക്ക് അത് ഐഡൻറ്റിഫൈ ചെയ്ത് പേരൻറ്റിനെ അറിഞ്ഞ് അതിലേക്ക് പോകാം. മനോരോഗ വിദഗ്ധൻ്റെ അടുത്ത് പോകണം. അല്ലാതെ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് മൂടി വെക്കുന്നതിലാണ് പ്രയാസം. ഓക്കെ, അമൃതേനോടാണ് അടുത്ത ചോദ്യം. ഈ രണ്ട് അധ്യാപകരെ കാണുമ്പോൾ നമുക്ക് തോന്നും നമ്മുടെ അധ്യാപക ലോകം എത്ര മനോഹരമാണെന്ന്, എത്ര നന്നായി സംസാരിക്കുന്നു, എത്ര നന്നായി കാര്യങ്ങളെ അവർ ഗ്രഹിക്കുന്നു, അവർ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നു എന്നുള്ളത്. ഈ സ്നേഹവും പിന്നെ അതുപോലെ സഹാനുഭൂതിയും മാത്രമല്ലല്ലോ അധ്യാപകരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പകരം കാലത്തിനൊത്ത് പ്രോഗ്രസീവായി കൊണ്ടുപോകേണ്ട ചിന്താഗതി കൂടി അവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നമ്മൾ പക്ഷേ ഒരു പടി ചില സമയത്ത് നമ്മൾ മുന്നോട്ട് പോവും. അവരുടെ ഒരു ജനറേഷണൽ ഗ്യാപ്പ് നമുക്ക് പല കോൺസെപ്റ്റിലും നമ്മൾ പഠിക്കുന്ന കാലത്ത് തന്നെ തോന്നാറുണ്ട്. ആ രീതിയിൽ ഇപ്പോൾ ജെൻഡർ വിഷയങ്ങൾ വരുമ്പോൾ അതിലൊരു ലിംഗവിവേചനം, ആ രീതിയിൽ പെരുമാറുന്ന രീതി, ആ രീതിയിൽ പാർഷ്യാലിറ്റി കാണിക്കുന്ന രീതിയൊക്കെ അധ്യാപകരിൽ നിന്ന് അമൃത നേരിട്ടിട്ടുണ്ടോ? എത്രത്തോളം പ്രോഗ്രസീവാണ് നമ്മുടെ അധ്യാപക സമൂഹം? അങ്ങനെയാണെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ്, അല്ലെങ്കിൽ പ്രോഗ്രസീവ് അല്ലെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് അവരിൽ നിന്ന് അമൃത ആഗ്രഹിക്കുന്നത്? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ജനറേഷൻ ഗ്യാപ്പിൽ നിന്നാണ്. നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് തൊട്ട് മുന്നേ ഉള്ള ജനറേഷനിലാണ്. അപ്പം ഈ ഒരു ജനറേഷൻ ഗ്യാപ്പ് കൊണ്ടുള്ള ഒരു കൺവെൻഷണൽ എത്തിക്സിൻ്റെ പ്രശ്നമുണ്ട്. അതായത് ഈ പുതിയ ഐഡിയാസിനോട് അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളോട് ഒന്ന് പാകപ്പെടാനുള്ളൊരു മനസ്സ് പലപ്പോഴും നമ്മുടെ ടീച്ചേഴ്സിൻ്റെ സൈഡിൽ നിന്ന് നമുക്ക് ഉണ്ടാവാറില്ല. അപ്പോൾ ഈ പറയുന്ന പോലെ ഏറ്റവും കൂടുതൽ സ്കൂൾ ടൈമിൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഈ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. അതിപ്പോൾ ഒരു കുട്ടി എന്തെങ്കിലും, അതായത് ഇപ്പോൾ പ്രത്യേകിച്ചും പെൺകുട്ടികൾ വേറെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്താൽ നമ്മളടുത്ത് ടീച്ചർ പറയും കുറച്ചുകൂടെ അടക്കവും ഒതുക്കവും ഒക്കെ വേണം. അപ്പം ഇതിനപ്പുറം പക്ഷെ നമ്മൾ കാണുന്നത് അങ്ങനെയല്ല, നമ്മളതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കാണുന്നത്. അതുപോലെ ഫെമിനിസം എന്നുള്ള ഒരു രീതി, ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ ഫെമിനിസം എന്ന് പറഞ്ഞിട്ട് അതിന് വേറൊരു നമ്മൾ പോലും ആഗ്രഹിക്കാത്തൊരു ഡെഫിനിഷൻ, മോശം കാര്യമാണെന്നുള്ളത്. മോശം കാര്യം. പക്ഷേ ഈ ഫെമിനിസത്തിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് ഓക്കെ മെൻ ആർ വുമൻ ആർ ദ സെയിം, അത് എല്ലാ രീതിയിലും അല്ല. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ എന്നാൽ പിന്നെ നീ ആ ഒരു സാധനം എടുത്ത് അതൊന്ന് ഉയർത്തി കാണിക്കുന്നതാണ് പറയുന്നത്. അപ്പം ചിലപ്പോൾ നമ്മൾ ഫിസിക്കലി അവരെക്കാളും വീക്കർ ആയിരിക്കും. വാട്ട് വി ആസ്ക് ഫോർ ഇസ് ഓപ്പർച്യൂണിറ്റിയുടെ കാര്യം വരുമ്പോഴും സ്കൂളിൽ ഈ ഒരു ഡിസ്ക്രിമിനേഷൻ ഫേസ് ചെയ്യുന്നതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യുന്ന കാര്യം. അപ്പം ഓപ്പർച്യൂണിറ്റീസിൽ നമ്മൾ രണ്ടുപേരും ഈക്വൽ ആണെന്നുള്ള ഒരു റിയലൈസേഷൻ പലപ്പോഴും എല്ലാ ടീച്ചേഴ്സിൻ്റെയൊന്നും അല്ല, ചില ടീച്ചേഴ്സിൻ്റെന്ന് കിട്ടാറുണ്ട്. അപ്പം ഇത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെയും കൂടെ ഒരു പ്രശ്നമാണ്. എൻ്റെ അറിവിൽ ഒരു സ്കൂളിലും റീപ്രൊഡക്ഷൻ ചാപ്റ്റർ അല്ലെങ്കിൽ സെക്സ് എഡ്യൂക്കേഷൻ പ്രോപ്പറായിട്ട്
കൊടുക്കുന്നില്ല. അവിടുന്ന് തന്നെ ഈ ഒരു ഡിഫറൻസ് സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ഒന്നുകിൽ വായിച്ച് വിടാൻ പറയും, അല്ലെങ്കിൽ റിവിഷനായിട്ട് പറയും. അപ്പോൾ പ്രോപ്പറായിട്ട് എന്താണ് ഈ രണ്ട് ജെൻഡർ, അല്ലെങ്കിൽ ഒന്നും നമുക്ക് അങ്ങനെ ഒരു ബേസിൽ നിന്ന് തുടങ്ങുന്നില്ല. അപ്പോൾ ബേസ്മെൻറ്റ് സ്ട്രോങ് ആക്കാതെ മുകളിലേക്ക് എത്ര നില കെട്ടിപ്പൊക്കിയിട്ടും കാര്യമില്ല. കുട്ടികൾ ഈ ചില പ്രശ്നങ്ങളിൽ പെടുമ്പം ചില തെറ്റുകൾ അവർ എററിൽ നിന്നാണല്ലോ അവർ ലേൺ ചെയ്യുന്നത്. അത്തരത്തിലുള്ള തെറ്റുകളൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവുമ്പോഴേ കുട്ടികളുടെ മുകളിലേക്ക് വല്ലാത്ത രീതിയിലുള്ള ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടാക്കുന്ന രീതിയിലാണ് പലപ്പോഴും പല അധ്യാപകരും പെരുമാറി കാണുന്നത്. നമ്മുടെ തന്നെ ചുറ്റിലുള്ള പല കുട്ടികളുടെ പ്രശ്നങ്ങൾ ഡീൽ ചെയ്തതിൽ നമുക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ ചില കുട്ടികളെങ്കിലും ലഹരിയിലേക്കൊക്കെ പോകുന്നുണ്ട്. അപ്പം ലഹരിയിലേക്ക് കുട്ടികൾ അടിമപ്പെടുന്നത് എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിന് പുറത്തുള്ള സാമൂഹിക അന്തരീക്ഷവും അല്ലെങ്കിൽ വീട്ടിലെ അന്തരീക്ഷത്തോടൊപ്പം തന്നെ ടീച്ചർമാരുടെ ഇവരുടെ കറക്ഷൻ മെക്കാനിസത്തിലെ പ്രശ്നങ്ങളും കൂടി അതിനെ സ്വാധീനിക്കുന്നുണ്ടോ? ലഹരി എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും ഈ ചർച്ചയിൽ നമുക്ക് അഡ്രസ്സ് ചെയ്യാണ്ട് പോകാൻ പറ്റില്ല. നമ്മൾ ഈ ഒരു മാസത്തിനിടയിൽ പത്രം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഞെട്ടലോടുകൂടിയാണ് ആ വാർത്തകൾ കേൾക്കുന്നത്. +1കാരൻ +2കാരനെ കുത്തി, ബസ്സിനകത്ത് വെച്ച് 9ാം ക്ലാസ്സുകാരനെ കുത്തി, അതുപോലുള്ള ധാരാളം വാർത്തകൾ. നേരത്തെ പറഞ്ഞതുപോലെ ടോയ്ലറ്റിൽ മുഖം പ്രസ് ചെയ്ത് അത് മീഡിയയിലൂടെ എൻജോയ് ചെയ്യുന്ന സുഹൃത്തുക്കൾ. എവിടെയാണ് നമ്മുടെ കുട്ടികൾ എത്തി നിൽക്കുന്നത് എന്നുള്ളത്. കോവിഡിന് ശേഷവും എൻ്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് 25 വർഷമായി പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക എന്ന നിലയിൽ എൻ്റെ ഒരു തോന്നലാണ്, കോവിഡിന് ശേഷവും കോവിഡിന് മുൻപേയും എന്ന് നമുക്കൊരു അതിർത്തി ഇടാമെന്ന് തോന്നുന്നു. അതിന് കോവിഡിന് ശേഷം വിദ്യാർത്ഥികളിൽ വന്ന ഈ മാറ്റത്തിന് കാരണം തീർച്ചയായും മൊബൈൽ ഫോൺ തന്നെ. കോവിഡ് സമയത്ത് വിജ്ഞാനം നമുക്ക് കുട്ടികളിലേക്ക് എത്തിക്കാൻ മൊബൈൽ ഫോൺ ഉപകാരിയായിരുന്നെങ്കിൽ അതിനേക്കാൾ ദോഷമായി നമ്മുടെ കുട്ടികളെ മൊബൈൽ ഫോൺ ബാധിച്ചു. അതിലൂടെ അവൻ അരുതും അരുതാത്തതുമായ കാര്യങ്ങൾ കാണുന്നു, മുറി അടച്ചിരുന്ന് കാണുന്നു. ഞാനടക്കമുള്ള പേരൻസിന് പലപ്പോഴും അത് നിയന്ത്രിക്കാൻ പറ്റാതെ വരുന്നു. അവൻ നമ്മളോട് എതിരിടുന്നു. കണ്ട കാര്യങ്ങൾ ഇനി സ്കൂളിലേക്ക് വരുമ്പോൾ അത് ചർച്ച ചെയ്യുന്നു, കുട്ടികൾ അറിയുന്നു. അത് നേരെ കുട്ടികളുടെ ഇടയിൽ ബോയ്സും ഗേൾസും തമ്മിൽ ചർച്ച ചെയ്യുന്നു. ഇത് വീട്ടുകാരറിയുമ്പോൾ അത് കംപ്ലൈൻ്റ് ആയിട്ട് പറയുന്നു. ഇത് സർവ്വസാധാരണമായി ഞാനും നിങ്ങളും എല്ലാം നമ്മുടെ സമൂഹം ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അതിന് നമ്മൾ ഒന്ന് നിയന്ത്രണം, പാരൻസ് ഒന്ന് ശ്രദ്ധിച്ചേ മതിയാവും. അധ്യാപകരും അതെ. കാരണം നമ്മളെല്ലാവരും ഇപ്പോൾ വീട്ടിൽ 4 പേരുണ്ടെങ്കിൽ 4 പേരും 4 മൂലകളിലിരുന്ന് ഫോണിലൂടെ നമ്മൾ മെസ്സേജുകൾ അയക്കുന്നു, വികാരങ്ങൾ ഇമോജികളിലൂടെ നമ്മൾ ആശയങ്ങൾ പങ്കുവയ്ക്കുന്നു. അവിടെ സൈലൻസ് ആണ്. അവിടെ ഒരു വാക്കുവാദമോ, ദേഷ്യം വരുമ്പോഴും ഇമോജി, സന്തോഷം വരുമ്പോഴും ഇമോജി, അങ്ങനെയുള്ളൊരു കാലഘട്ടം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കപ്പെടാതെ വരുന്നു. ഊഷ്മളമായ സ്നേഹബന്ധങ്ങളുടെ കുറവ് വീടുകളിൽ നിന്നും കുട്ടിക്ക് ഫേസ് ചെയ്യേണ്ടതായി വരുന്നു. മുഖം വാടിയിരുന്നാൽ എന്തു പറ്റി, നിനക്കിത് എന്താണ് എന്ന് ചോദിക്കപ്പെടാതെ നമ്മൾ എപ്പോഴൊക്കെ നമ്മുടെ കുട്ടിയെ നമ്മൾ ഒഴിവാക്കപ്പെടുന്നു. അവന് കൊടുക്കേണ്ടതായ സമയം നമ്മൾ കൊടുക്കാതെ വരുമ്പോൾ അവൻ്റേതായ വഴികളിലൂടെ അവൻ്റേതായ ഫ്രണ്ടായി മൊബൈൽ അവിടെ മാറിക്കഴിയുന്നു. ഇതിലൂടെ അവന് പല ചതിക്കുഴികളിലും ചെന്ന് വീഴുന്നു. ലഹരിയുടെ റാക്കറ്റിലേക്ക്, അതുപോലെ പല ഓൺലൈൻ ഗെയിമുകളിലേക്ക് എന്ന് വേണ്ട. പെൺകുട്ടികളാണെങ്കിൽ അങ്ങനെ. അപ്പോൾ ഇതൊക്കെ നമ്മളെ സമൂഹത്തെ ബാധിച്ചിരിക്കുന്ന ഒരു വലിയ വിപത്ത് തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ശ്രദ്ധ തീർച്ചയായും വീട്ടിൽ നിന്ന് വേണം. നല്ല സൗഹൃദപരമായൊരു അന്തരീക്ഷം വീട്ടിൽ കൊടുക്കണം. ഇനി നേരത്തെ പറഞ്ഞ വാക്ക് തന്നെ ഞാൻ പറയുന്നു, ഒരു പോസിറ്റീവ് റാപ്പോർട്ട് അധ്യാപകനും പാരൻറ്റും തമ്മിൽ വേണം. ഒരിക്കലും കുട്ടിയെ നമ്മൾ എല്ലാ ആൾക്കാരും ഇരിക്കുന്ന സമയത്ത് ടീച്ചർ മോൻ ഇങ്ങനെയൊക്കെ തെറ്റ് ചെയ്തു എന്ന് പറയുന്നത് അവനൊരിക്കലും ഇഷ്ടമല്ല. അത് നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക. അതുപോലെ ടീച്ചറും അവനെ കുറ്റപ്പെടുത്തുന്നത് ഒരിക്കലും അവന് ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ നമ്മളവനെ സ്നേഹത്തിലൂടെ അവൻ്റെ കാര്യങ്ങളെല്ലാം കേട്ട് അപ്പോഴപ്പോഴും ടീച്ചറുമായി കോണ്ടാക്റ്റ് ചെയ്ത് ഒരു സൗഹൃദപരമായ അന്തരീക്ഷത്തിലൂടെ നമ്മൾ ചിലവാക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ ഇത് നമുക്ക് തടയാൻ സാധിക്കും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. കടൽ പോലുള്ളൊരു സബ്ജക്റ്റാണ്. ഒരു മണിക്കൂറിനുള്ളിൽ ചുരുക്കിയും കൊണ്ട് സംസാരിക്കുക എന്നുള്ളത് തന്നെ അത്ര സാധ്യമായ കാര്യമല്ല. ആർക്കെങ്കിലും എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനാണെങ്കിൽ ഇപ്പോൾ ചോദിക്കാം. മാഡം, ഇന്ന് പല അധ്യാപകരും പരീക്ഷ ഹാളിൽ പോലും മൊബൈൽ ഉപയോഗിക്കുന്നു. എന്നിട്ട് നമ്മൾ വിദ്യാർത്ഥികളെ മൊബൈൽ ഉപയോഗിക്കേണ്ടതെന്ന് പറഞ്ഞ് വഴക്ക് പറയുന്നു. മാറേണ്ടത് അധ്യാപകരാണോ വിദ്യാർത്ഥികളാണോ? ഇത് ഇന്ന് നേരിടുന്ന ഒരു പൊതുപ്രശ്നമാണ്. നമുക്ക് സ്കൂളുകളിലെല്ലാം പ്രത്യേക നിർദ്ദേശം തന്നിട്ടുണ്ട്.
മൊബൈൽ ഫോൺ ക്ലാസ് റൂമിനകത്ത് കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ളത്. തീർച്ചയായും പരീക്ഷാ സമയങ്ങളിൽ മൊബൈൽ ഫോൺ സ്റ്റാഫ് റൂമിൽ വെച്ചിട്ടാണ് ഞാനടക്കമുള്ള അധ്യാപകർ പോകുന്നത്. അവിടെ കുട്ടികൾ വീട്ടിൽ വന്ന് പറയുന്നെങ്കിൽ തീർച്ചയായും അവരുടെ അധ്യാപകരുമായിട്ട് നമുക്ക് കോൺടാക്റ്റ് ചെയ്യുകയും അതുപോലെ അതിനുള്ള പരിഹാരം അവരുമായിട്ട് നമുക്ക് പറഞ്ഞ് തിരുത്താവുന്നതുമാണ്. ആരോഗ്യകരമായ രീതിയിലുള്ള തിരുത്തലായിരിക്കും നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ചോദിച്ചു. ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്നല്ലേ, നമ്മൾ കുട്ടികൾ മാത്രം അധ്യാപകരെ ബഹുമാനിച്ചാൽ പോരല്ലോ. അധ്യാപകരെ നമ്മൾ കുട്ടികളോട് കുറച്ച് സ്നേഹത്തോടെ പെരുമാറുകയും നമ്മളോടും കുറച്ചൊരു റെസ്പെക്റ്റ് ഒക്കെ കാണിക്കേണ്ടേ. അപ്പോൾ അധ്യാപകരെക്കാളും കുട്ടികളെക്കാളും മാറേണ്ടത് വിദ്യാഭ്യാസ സമ്പ്രദായവും പരീക്ഷാ സമ്പ്രദായവുമാണെന്ന് എനിക്ക് തോന്നുന്നത്. ശരിക്കും അത് അങ്ങനെയാണോ? മോളെ, ആദ്യമായി മോൾക്കൊരു അഭിനന്ദനം തരട്ടെ, നല്ലൊരു ചോദ്യം ചോദിച്ചതിന്. മോള് പറഞ്ഞതുപോലെ നമ്മൾ സ്കൂളിലെ ടീച്ചർമാരോട് ആൻറ്റി പറയാറുണ്ട്, ഒരു 30 മിനിറ്റ് ക്ലാസ്സിൽ പോകുമ്പോൾ ആദ്യത്തെ ഒരു 10 മിനിറ്റ് നിങ്ങൾ അമ്മയായി പെരുമാറുക. അത് കഴിഞ്ഞതിന് ശേഷമേ ഒരു ടീച്ചർ ആകുകയുള്ളൂ. കാരണം നമ്മളെല്ലാം മനുഷ്യൻ, പേഴ്സണാലിറ്റി എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ്, പേഴ്സോണ, ഒരു മുഖം മൂടി അറിഞ്ഞാണ് നമ്മളെല്ലാം നിൽക്കുന്നത്. അപ്പോൾ ടീച്ചർ ആദ്യം ഒരു കുശലാന്വേഷണം. അപ്പോൾ ടീച്ചർമാരോട് ടീച്ചർമാർ ചിലപ്പോൾ വിമുഖത കാട്ടാറുണ്ട്. എന്നാലും ആൻറ്റി പറയും പാവകളോട് ഒരു രാവിലെ എന്തായിരുന്നു ഭക്ഷണം, ഒരു കുശലം നോർമൽ ചോദിക്കുമ്പോൾ തന്നെ അവരുടെ ആ ഒരു ഐസ് ബ്രേക്കിംഗ് ആയിരിക്കും. മോള് പറഞ്ഞത് വളരെ കാര്യമാണ്. പിന്നെ മാത്രമല്ല, മക്കൾ എപ്പോഴും ഓർത്തോണം, ടീച്ചർമാർ മക്കളുടെ കുറ്റം കണ്ടു പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും സന്തോഷിക്കുന്നില്ല, നമ്മൾ ഉള്ളിൽ വിഷമമാണ് വരുന്നത്. മക്കൾ നന്നാവാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളെ അവരെ കറക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ആ കറക്റ്റ് ചെയ്യുന്ന രീതി മക്കളെ നൊമ്പരപ്പെടുത്തരുത്, ഇല്ലേ? അടുത്ത് വിളിച്ച് എല്ലാവരുടെയും മുമ്പിൽ വെച്ച് പറഞ്ഞിരുന്നാലും ടീച്ചർ ഇടയ്ക്കിടെ ആലോചിച്ച് നോക്കണം, ഞാനായിരുന്നു ആ സ്ഥാനത്തായിരുന്നെങ്കിൽ എന്ന് ടീച്ചറും ചിന്തിക്കണം. മോള് പറഞ്ഞത് ശരി. അപ്പോൾ ടീച്ചർമാരും മാറണം. ഞാനൊരു 41 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. 31 വർഷം ഗവൺമെൻറ് സർവീസിലും 10 വർഷം ഒരു CBSE സ്കൂളിലെ പ്രിൻസിപ്പലായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അപ്പം ഈ ചോദ്യത്തിന് എനിക്ക് ആദ്യം പറയാനുള്ളത്, മാറേണ്ടത് അധ്യാപകരോ വിദ്യാർത്ഥികളോ, ആദ്യം മാറേണ്ടത് പേരൻസ്, രണ്ടാമത് മാറേണ്ടത് സമൂഹം. നല്ല പേരൻസ് നല്ല പേരൻസിൻ്റെ അടുത്ത് നിന്ന് വന്ന 2 കുട്ടികളെ നമുക്കൊന്നും മാറ്റേണ്ടതില്ല. ഈ പറയുന്ന പ്രഷർ എപ്പോഴും ആദ്യം തുടങ്ങുന്നത് ഈ വീടുകളിൽ നിന്നാണ്. ഈ പറയുന്ന ആക്കഡമിക്സിന് അപ്പുറത്തേക്ക് ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് നമുക്ക് എല്ലാവർക്കും ഉണ്ടെന്നുള്ളത് പേരൻസ് കൂടെ മനസ്സിലാക്കണം. അതായത് എക്സാം ആണ് പഠിത്തത്തിൻ്റെ ഏറ്റവും എക്സ്ട്രീം പോയിന്റ് എന്നുള്ള രീതിയിൽ പലപ്പോഴും നമ്മുടെ പേരൻസിൻ്റെ ബിഹേവിയർ ചേഞ്ച് ആവുന്നുണ്ട്. പക്ഷെ അതല്ല, ഒരു കുട്ടിക്ക് പല രീതിയിലായിരിക്കും പല കഴിവുകളുള്ളത്. അപ്പോൾ അത് ബിൽഡ് ചെയ്യാനും കൂടെയുള്ള ഇത് നമ്മുടെ പേരൻസിൻ്റെ സൈഡിൽ നിന്നുണ്ടെങ്കിൽ നമ്മുടെ എഡ്യൂക്കേഷൻ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകും. ഈ പറയുന്ന പോലൊരു അപ്പുറത്തിരിക്കുന്ന അവളേക്കാൾ മാർക്ക് ഞാൻ വാങ്ങണം എന്നുള്ളത് എൻ്റെ പേരൻ്റ് വാശി പിടിച്ചാൽ അതിനേക്കാൾ വലിയ പ്രഷർ നമുക്ക് സ്കൂളിൽ നിന്ന് കിട്ടാനില്ല. അപ്പോൾ ആ രീതിയിൽ പേരൻസും കൂടെ മാറി ചിന്തിച്ചാൽ മാറാവുന്ന പ്രശ്നങ്ങളൊക്കെ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന് നിന്നുള്ളൂ. കാരണം എഡ്യൂക്കേഷൻ സിസ്റ്റം NEP 2020 പോലുള്ള കാര്യങ്ങൾ കൊണ്ട് മാറുകയാണ്. പേരൻസ് മാറിയാൽ അവിടുന്ന് തന്നെ നമ്മുടെ ചേഞ്ചസ് ഉണ്ടായി തുടങ്ങും. ഓക്കെ, നമ്മുടെ സമയം ഏതാണ്ട് കഴിഞ്ഞു. ഒരു ഇൻട്രോസ്പെക്ഷൻ മാത്രമേ നമുക്കിതിൽ പറ്റുള്ളൂ. ഇതിനൊരു പരിഹാരം എന്നൊക്കെ പറയുന്നത് ഇനി സർക്കാരും സമൂഹവും ഒക്കെ കൂടി ആലോചിച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്.